من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق بلغ النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم الجنة تحت أقدام الأمهات. صدق رسول الله صلى الله عليه وسلم. عليك ببر الوالدين كليهما وبر ذوي القربى وبر الأباعد وعلم أمة سيدنا محمد صلى الله عليه وسلم. തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു ഒരു
ചെല്ല കിളി വിതുമ്പി പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി വിഷാദത്തിൽ ഇശൽമോളി കരള് പൊട്ടി എന്റെ വേദ ചൊല്ലാനിനിയാര് ഉലകിൽ ബാക്കി എന്റെ വേദ ചൊല്ലാനിനിയാര് ഉലകിൽ ബാക്കി തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു ഓരോ ചെല്ല കിളി വിതുമ്പി പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി സദാ ചേലിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു ഇനി എന്റെ നബിയോരെ മുഖമില്ലല്ലോ സദാ ചേലിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു ഇനി എന്റെ നബിയോരെ മുഖമില്ലല്ലോ ഇളം തെന്നൽ വിതുമ്പുന്നു ഇനി ആരെ തഴുകും ഞാൻ മലർമേനി മണത്തെന്റെ കൊതി തീർന്നില്ല മലർമേനി മണത്തെന്റെ കൊതി തീർന്നില്ല മണ്ണുമൊരു പോലെ ഇന്നീ വിണ്ണുമൊരു പോലെ സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ മണ്ണുമൊരു പോലെ ഇന്നീ വിണ്ണുമൊരു പോലെ സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിതുമ്പി പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി പ്രകൃതി തന്റെ അലങ്കാരം മലരായ മലരെല്ലാം മനം വിഷാദകം നൊന്ത് മിഴി പോട്ടുന്നു പ്രപഞ്ചത്തെ വെളിച്ചത്തിൽ ഉടയാടയണിക്കും ഒളിശം സുമിരോളിന്റെ ലിബാസിൽ മോടി മണ്ണുമൊരു പോലെ ഇന്നീ വിണ്ണുമൊരു പോലെ സങ്കടം ഒഴുകും ചെങ്കടൽ പോലെ തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു ഓരോ ചെല്ല കിളി വിതുമ്പി പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി സ്നേഹ പിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി
ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ഈ മഹനീയ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതവരേണ്യന്മാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനും സഹപാഠിയുമായ ബഹുമാനപ്പെട്ട സക്കരിയ ദാരിമി ഉസ്താദ് അവർകളെ, ഈ പരിപാടിയുടെ കർമ്മധീരരായ സംഘാടകരെ, നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം ജീവന്റെ തുടുപ്പുള്ളപ്പോൾ ജീവകാരുണ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ സിട്ടാവായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത, മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മരകമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ കാലച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന കാലുഷിക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ജീർണതയില്ലാതെ ജീവസുറ്റതാക്കി ജീവിച്ചു തീർക്കുവാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരും ഉമ്മമാര്, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ സ്വർഗ്ഗത്തിന്റെ ആരാമമാക്കി ഫഇദാ നഫിഖ ഫിസ്സൂരി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഓതുന്ന സമയം വരെ വളരെയേറെ സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് സന്തോഷവുമായി കടന്നു വന്ന് ഖിയാമത്ത് നാൾ വരെ സന്തോഷം കിട്ടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ സഹോദരങ്ങൾ, ഉപ്പമാർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങളൊക്കെ വളരെയേറെ നേരത്തെ അസ്ർ മുതലേ നിങ്ങൾ ഇവിടെ വന്നതാണ് എന്നറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈ ഇരുന്ന ഇരുത്തത്തിനും കാത്തിരിപ്പിനും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനഃപൂർവ്വം ഞാൻ വൈകിച്ചിട്ടില്ല. നമ്മള് തളിപ്പറം എത്തുന്ന അവിടെ 2 ബസ് കൂട്ടിയിടിച്ച്, നിങ്ങൾ അടുത്താണല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കുക. 2 ബസ് കൂട്ടിയിടിച്ചിട്ട് ആകപ്പാട ബ്ലോക്കാണ്. ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അവസാനം നമ്മുടെ തളിപ്പറമ്പിലുള്ള 2 കൂട്ടുകാരെ പെട്ടെന്ന് ഫോൺ ചെയ്ത് അവനെ കൊണ്ട് അങ്ങോട്ട് വന്നത്. വഴി അറിയില്ല, വേറെ വഴി കൂടെ കയറി കുറെ ചുറ്റിക്കറങ്ങി ഇവിടെ എത്തിപ്പെട്ടത്. ഏതായാലും അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഴ പെയ്തിട്ട് അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ, അള്ളാഹു നമുക്ക് ആനന്ദം നൽകട്ടെ. നിങ്ങളെയൊക്കെ വന്ന് കാണാനും നിങ്ങളോടൊപ്പം കൂടാനും, അതിലുപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ജോലി ചെയ്യുന്ന ഈ സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ സക്കരിയ ദാരിമിക്ക് ഒരുപാട് വിളിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല മനസ്സോടുകൂടി വിളിച്ചപ്പോ ഞാൻ കുറെ കൊഴിഞ്ഞു മാറിയത് അവർക്ക് തന്നെ അറിയാം. എന്നിട്ട് അവസാനം നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ സഹോദരങ്ങളൊക്കെ വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് ഒപ്പിച്ചു കൊടുത്ത് അൽഹംദുലില്ലാഹ് ഇവിടെ വരാൻ പറ്റി. അള്ളാഹു നമ്മുടെ ഈ കൂടിക്കാഴ്ച നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തിലേക്കുള്ള ഒരു കൂടിക്കാഴ്ചയാക്കി അള്ളാഹു തആല മാറ്റുമാറാകട്ടെ. ഈ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ച, അതിനു വേണ്ടി ഓടി നടന്ന, അതിനു വേണ്ടി ഓരോ രൂപയും കൊടുത്ത, അതിനു വേണ്ടി സ്വർണത്തിന്റെ ഓരോരോ സാധനങ്ങൾ കൊടുത്ത, ഒന്നുമില്ലെങ്കിൽ നല്ല മനസ്സോടുകൂടി പുഞ്ചിരിച്ച് കാണിച്ച എല്ലാവർക്കും അല്ലാഹു അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മദ്രസ പണിഞ്ഞ് വളരെയേറെ സന്തോഷമാണ്. നമ്മുടെ നാടിന് അത്യന്താപേക്ഷികമായ, എന്തുകൊണ്ട് നോക്കിയാൽ നമുക്ക് ആവശ്യമായ ഒന്നാണ് നമ്മുടെ മദ്രസ. ഈ മദ്രസയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ഇത്ര പോരാ, നമുക്ക് നല്ല ഒരു ഉന്മേഷം കിട്ടണം ഈ സദസ്സിന്ന്. അതുകൊണ്ട് ഉറക്ക സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ പെയ്ത് തണുത്തതുപോലെ നമ്മൾ തണുക്കരുത്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, എന്ത് ഉത്സാഹമായിരുന്നു, നല്ല ഉറക്കം നമ്മൾ വിളിച്ചില്ലേ സിന്ദാബാദൊക്കെ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഇതിനു വേണ്ടി കൊടുക്കും നമ്മുടെ മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള നക്ഷത്രതുല്യരാകുന്ന സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവരെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബൂബക്കർ, ഒന്ന് കടന്നു പോവുക, എല്ലാവരെയും കൂട്ടിയിട്ട് എന്റെ മുമ്പിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരണം. ഞാൻ ആമുഖത്തിലേക്കൊന്നും പോകാതെ വിഷയം മാത്രം പെട്ടെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അവസാനിപ്പിച്ചാൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. 2 മണിക്കൂറിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി എല്ലാവരോടും പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും മസ്ജിദ് നബവിയിലേക്ക് വിളിക്കുന്നുണ്ട്, മദീനത്തെ പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാവരും വരിവരിയായിട്ടൊന്ന് കടന്നു വരണം. ആരാണ് വിളിക്കുന്നത്? ഏത് സമയത്ത് വിളിച്ചാലും കടന്നു വരണമല്ലോ. സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, ആർജവത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി നക്ഷത്രതുല്യരാകുന്ന സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും വരിവരിയായിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എല്ലാവരും കടന്നു വന്നു. എല്ലാവരും വരിവരിയായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലുള്ള സ്വഹാബാക്കളിൽപ്പെട്ട ഏറ്റവും ഉത്തമരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ സമയത്ത് ഞങ്ങളെ ഇവിടത്തേക്ക് വിളിച്ചത് എന്തിനാ നബിയെ? വല്ല യുദ്ധവും വല്ലതും ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, ഒരു യുദ്ധത്തിന് വേണ്ടി വിളിച്ചതല്ല. പക്ഷേ ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് കടന്നു പോകുമ്പോ ഒരു യുദ്ധം ചെയ്തുകൊണ്ടേ കടന്നു പോകാൻ കഴിയുള്ളൂ. ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, സംസാരിക്കുന്ന എനിക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്തുകൊണ്ടേ കടന്നു പോകാം. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അറിവേതാണ്? ഏറ്റവും വലിയ വിജ്ഞാനമേതാണ്? ഏതൊരു മനസ്സിന്റെ മടിത്തട്ടിലേക്ക് മാടി വിളിക്കുന്ന സ്വപ്നമേതാണ്? സഹാബാക്കള് പലരും നമ്മൾ പറയുന്നത് പോലെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പല കാര്യങ്ങൾ പറയല്ലോ, അതുപോലെ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ല, അതങ്ങല്ല. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവുമല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇതിനകത്തില്ല സ്വഹാബാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യമാണ്, എന്റെ സ്വഹാബത്തെ, ഇനി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ സന്തോഷത്തോടെ വിട പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വിട പറയാ ആഗ്രഹമുള്ളവരാരാണ് സ്വഹാബാ? അന യാ റസൂലല്ലാഹ്. എല്ലാ സ്വഹാബത്തും ഒരുപോലെ കൈ ഉയർത്തിയിട്ട് പറയാ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ ആരുമില്ലാതെ, ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, സഹോദരങ്ങളില്ലാതെ, കൂട്ടുകാരില്ലാതെ വിട പറഞ്ഞിട്ട് 6 അടി മണ്ണാകുന്ന ഖബറില്ലേ, ആ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വിട പറഞ്ഞാലേ എനിക്ക് സന്തോഷമുള്ളൂ നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അതിന്റെ വഴി എന്താണെന്ന് പഠിപ്പിക്കുവോ റസൂലുള്ളാഹ്? ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, അതിന്റെ വഴിയൊന്ന് പഠിപ്പിക്കണമെന്നാണ്. ആരോടാണ്? ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. റക്കൊന്ന് പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചു, അടുത്ത ചോദ്യം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, ഇന്ന് ഒരു വഖത്ത് പോലും നഷ്ടപ്പെടാതെ, ഒരു ളുഹറും നഷ്ടപ്പെടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരു മനുഷ്യനിക്ക് പ്രായപൂർത്തി എപ്പോഴാണോ തന്നിട്ടുള്ളത്, ആ തന്നിട്ടുള്ള സമയം വരെ എന്റെ സ്വഹാബത്തെ ഒരു വഖത്ത് പോലും മുടങ്ങാതെ നിസ്കരിച്ചവരാരാണ്? എല്ലാവരും പറഞ്ഞു, അന യാ റസൂലല്ലാഹ്,
ഞാൻ എന്റെ നബിയേ, ഞാൻ എന്റെ നബിയേ. സ്വഹാബത്തിനോട് അടുത്ത ചോദ്യം, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തവരാരാണ് സ്വഹാബ? എല്ലാവരും പറഞ്ഞു അനയാ റസൂലല്ലാഹ്. ഒന്നുമില്ലെങ്കിലും ഈത്തപ്പഴം കൊണ്ട് കൊടുത്തെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തിട്ടുണ്ട് നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനോട് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം, ആരെങ്കിലും സ്വതക്ക ചെയ്യാൻ ബാക്കിയുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞില്ല, എല്ലാവരും സ്വതക്ക ചെയ്തു നബിയേ. ഇന്നിവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ പഠിപ്പിക്കാൻ, ഉമ്മയെ കുറിച്ച് പഠിപ്പിക്കാൻ, ബാപ്പയെ കുറിച്ച് പഠിപ്പിക്കാൻ, സഹോദരങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ, അയൽവാസികളെ കുറിച്ച് പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീന പഠിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി സഹായം ചെയ്ത മുസ്ലിമേ, അല്ലാഹുവിന്റെ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്ത പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, ആരാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തവരാരാണ്? എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പറയണ മാതിരി, നിങ്ങൾ പറയണ മാതിരി പറഞ്ഞു ഞങ്ങൾ എന്റെ നബിയെ. നമ്മുടെ നാട് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ഭാഷ വ്യത്യാസം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോയാല് അവിടെ നിന്ന് കല്ലെടുക്കണ്ട. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരുടെ എഴുതി കൊടുക്കും, ഇല്ലാതെ നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞ ശരിയല്ല, പെട്ടെന്ന് മാറ്റിക്കോളാൻ പറയും, കുഴപ്പം ഉണ്ടാവൂല. ഏതുപോലെ പണ്ട് നമ്മുടെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം, നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ഒരു ദിവസം വാതിന് പോയി. അങ്ങനെ വാതിന് പോയപ്പോ അള്ളാന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്ന ഒരു ജീവിയുണ്ട്, അതിന്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാനെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞതും നിങ്ങളെപ്പോലുള്ള എല്ലാവരും ഉണ്ട്, ഉമ്മമാരൊക്കെ പാറ ചിരിയാണ്. എന്തിനങ്ങനെ ചിരിക്കുന്നതിൽ എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. വീണ്ടും ചോദിച്ചു, വെള്ളിമൂങ്ങ അങ്ങോട്ട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, തല അടിച്ചു വന്നിട്ട് ആൾക്കാർ ചിരിയാ. പതുക്കെ മൈക്ക് ഓഫ് ആക്കിയിട്ട് പള്ളിയിലെ ഉസ്താദ് ബാക്കിലുണ്ട്. ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ ചീത്തല്ലാണോ? എന്റെ പൊന്നുസ്താദ് ഇനി അങ്ങനെ പറഞ്ഞേക്കല്ലേ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അതിവിടെ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മുടെ പള്ളി പ്രസിഡന്റിനെ ആൾക്കാർ വിളിക്കുന്ന പേരാ വെള്ളിമൂങ്ങ, വിളിക്കാൻ പറ്റൂല. പള്ളി പ്രസിഡന്റിനെ ആൾക്കാർ വിളിക്കുന്ന പേരാ വെള്ളിമൂങ്ങ, അതുകൊണ്ട് വിളിക്കാൻ പറ്റൂല. അപ്പൊ അതുപോലെ എന്തെങ്കിലും അറിയാതെ എന്റെ വായിന്ന് വീണാൽ നിങ്ങളൊക്കെ മാപ്പാക്കണം, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് പറഞ്ഞോളി, കുഴപ്പമില്ല. സന്തോഷം തരട്ടെ. ഉറങ്ങല്ലേ, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. ഇത്തരം നല്ല മദ്രസകൾ നല്ല ഉഷാറായിട്ടുണ്ടാക്കിയില്ലേ? അപ്പൊ നല്ലൊരു ആമീനോട് പറഞ്ഞോളി, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവരും പറഞ്ഞു പോയി, അനയാ റസൂലല്ലാഹ്, ഞാൻ എന്റെ നബിയേ, ഞാൻ എന്റെ നബിയേ. അപ്പോഴാണ് മദീനത്തിന്റെ മണവാളന്റെ അടുത്ത ചോദ്യം വരുന്നത്, ഈ ചെയ്ത സ്വതക്ക അല്ലാഹു സ്വീകരിച്ചെന്ന് ഉറപ്പ് പറയാ കഴിയുന്നവരാരാണ് സ്വഹാബ? ഇത്രയും നാള് ളുഹർ നിസ്കരിച്ച, ഇത്രയും നാള് അസർ നിസ്കരിച്ച, ഇത്രയും നാള് ഇശാ നിസ്കരിച്ച, ഇത്രയും നാള് സുബഹി നിസ്കരിച്ച, ഇത്രയും നാള് പടച്ചവന്റെ ദീനിന് വേണ്ടി ഓടി നടന്ന ഈ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചുവെന്ന് ഉറപ്പുണ്ടോ സ്വഹാബ? എല്ലാ സ്വഹാബത്തും വാവിട്ടുകൊണ്ട് കരയുകയാണ്, അല്ലാഹുവിന്റെ നബിയേ അത് സ്വീകരിച്ചോ എന്ന് പറയാ ഞങ്ങൾക്കറിയില്ല. അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ ഹബീബിനുമല്ലാതെ ഒരാൾക്കും അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, മുത്തു നബിയേ, അല്ലാഹു നമ്മുടെ ളുഹറിനെ സ്വീകരിച്ചോ? അല്ലാഹു നമ്മുടെ അസറിനെ സ്വീകരിച്ചോ? അല്ലാഹു നമ്മുടെ ഇശാഇനെ സ്വീകരിച്ചോ? അല്ലാഹു നമ്മുടെ സുബ്ഹിയെ സ്വീകരിച്ചോ എന്ന് പറയാ അതിന് എന്ത് വഴിയാ നബിയേ ഭൂമി ലോകത്തുള്ളത്? അപ്പോഴാണ് ലോകത്തിന്റെ മുത്തായ നബി തങ്ങൾ പറയാ, മാതാവ് ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നവരാരാണ്? ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നവരാരാ? സ്വഹാബത്ത് പറയുന്നു, അനയാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ എന്റെ വീട്ടിലുണ്ട് നബിയേ,
എന്റെ ബാപ്പ എന്റെ വീട്ടിലുണ്ട് നബിയേ, എന്റെ സഹോദരങ്ങൾ എന്റെ വീട്ടിലുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹോദരങ്ങളുടെ കഥയല്ല ഈ പറയുന്നത്. ഉമ്മ ജീവിച്ചിരിപ്പുള്ളവരാരാ, ബാപ്പ ജീവിച്ചിരിപ്പുള്ളവരാരാ? സ്വഹാബത്തൊക്കെ ഒന്നടങ്കം പറഞ്ഞുപോയി, മുത്തു നബിയേ, എന്റെ പല ഉമ്മയും ഇന്ന് ഖബറില, പല ആളുകളുടെ ബാപ്പയും ഇന്ന് ഖബറിലാണ്. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറയാ, എന്റെ സ്വഹാബാ, എന്റെ ഉമ്മയും ഇന്ന് ഖബറിലാണ് സ്വഹാബത്തെ. ഉമ്മയെ കണ്ടിട്ട് എനിക്ക് എന്റെ കൊതി തീർന്നിട്ടില്ല, എന്റെ ബാപ്പയെ കണ്ടിട്ട് പോലുമില്ല. ആ ഒരു വേദനയോടെ, പ്രയാസത്തോടെ, നൊമ്പരത്തോടെ ഞാനുമുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ ഹബീബായ മദീനത്തിന്റെ മണവാളനടുത്തതായിട്ട് പറയാറ്, എന്നാൽ എന്റെ സ്വഹാബത്തെ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാത്ത ഏതൊരു മക്കളാണ് ളുഹർ നിസ്കരിച്ചത്, അസർ നിസ്കരിച്ചത്, അല്ലാഹ്ക്ക് വേണ്ടി സ്വതക്ക ചെയ്തത്, ഒരു മദ്രസ മൊത്തമായിട്ട് എടുത്തു കൊടുത്തത്, എന്നാൽ ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ ഒരു വഖ്തും അല്ലാഹു സ്വീകരിക്കൂല സ്വഹാബ. ഒരു സ്വതക്കയും അല്ലാഹു സ്വീകരിക്കൂല സ്വഹാബ. പള്ളി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഇത് നമ്മൾ കേട്ട് പഠിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. സഹാബത്ത് പറഞ്ഞു, എന്താ നബിയെ മനസ്സിലായിട്ടില്ല? ഒരു സഹാബി ഓടി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധമായ റസൂലുള്ളാഹി മോഴിഞ്ഞാനേ, പാൽ നീല രാജ്യത്തെ പൂവ് കാട്ടും അഴകാണേ, പറയുമോ താവേ പൂനിലാവിന്റൊരു ഹോജാവേ, പരിശുദ്ധമായ നിലാവ് കാട്ടും നബിയോരേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി ഓടി വന്നുകൊണ്ട് പറയാ, മുത്തു നബിയേ, وصليت صلوات الخمس وأديت الزكاة وصمت رمضان وقمت لياليا من مات على هذا يا رسول الله. قال النبي محمد صلى الله عليه وسلم كان مع النبيين والصديقين والشهداء يوم القيامة. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഈ സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയാണ്, മുത്തു നബിയേ, വസല്ലൈതു സലവാത്തുൽ ഖംസ്, അല്ലാഹുവിനക്ക് പ്രായപൂർത്തിയപ്പോഴാ തന്നിട്ടുള്ളത്. ആ സമയം മുതൽ ഇന്നേ വരേക്ക് ഞാൻ ഒരു വഖ്തും മുടക്കിയിട്ടില്ല, ഒരു ളുഹറും മുടക്കിയിട്ടില്ല, ഒരു അസറും മുടക്കിയിട്ടില്ല, ഒരു ഇശാഉം മുടക്കിയിട്ടില്ല നബിയേ. പിന്നെയോ വഅദൈതു സകാത്ത്, എന്റെ സ്വത്തിന്റെ സകാത്ത് കൊടുത്തു നബിയേ, എന്റെ വെള്ളിയുടെ സകാത്ത് കൊടുത്തു നബിയേ, എന്റെ ധാന്യത്തിന്റെ സകാത്ത് കൊടുത്തു നബിയേ. അങ്ങനെയൊക്കെ സകാത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു നബിയേ. എന്നിട്ട് അടുത്തതായിട്ട് പറയുന്നുണ്ട്, വസുന്ദു റമളാന, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വന്നാൽ എത്ര കൂലിയാണ് പടച്ചവൻ കൊടുക്കുന്നതെന്ന് അറിയൂലല്ലോ. ആ പരിശുദ്ധമാക്കപ്പെട്ട കൂലി ഒന്ന് കടന്നു വന്നാൽ, റമളാൻ ഒന്ന് കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് നോമ്പ് നോറ്റുകൊണ്ട് കഴിയാറുണ്ട് നബിയേ. പിന്നെയോ വഖുംതു ലയാലിയ, രാത്രികാലങ്ങളിൽ ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട് നബിയേ, തസ്ബീഹ് നിസ്കരിക്കാറുണ്ട് നബിയേ, എല്ലാം ചെയ്യാറുണ്ട് നബിയേ. പിന്നെയോ
അല്ലാഹുവിന്റെ അടുക്കലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ നിസ്കരിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് സദഖ ചെയ്തുകൊണ്ട് സക്കാത്ത് കൊടുത്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ, ഞാൻ ഈ ലോകത്തുനിന്ന് മരിച്ചാൽ എന്റെ വാസസ്ഥലം എവിടെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, കാന മഅൻ നബീന വസ്സുദ്ദീഖീന വശുഹദാഇ യൗമിൽ ഖിയാമ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുള്ള, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുള്ള, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉള്ള എന്റെ പെങ്ങളെ മഹദിയായ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുള്ള അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗീയ ലോകമില്ലേ, ആ സ്വർഗീയ ലോകത്തിലാ നീ കടന്നു പോവുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പാടെ അവിടെ വെച്ചുകൊണ്ട് പറയാ, മാലം മോനെ, ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ ഉമ്മാന്റെ നിന്റെ ബാപ്പാന്റെ മുഖത്തേക്ക് ദേഷ്യത്തിന്റെ ഒരു നോട്ടം നോക്കി പോയാ, യഖ്ബലുഹു അല്ലാഹു മോനെ, നീ നോമ്പെടുത്ത് വന്ന് പറഞ്ഞുവല്ലോ, സക്കാത്ത് കൊടുത്തെന്ന് പറഞ്ഞുവല്ലോ, സ്വതക്ക ചെയ്തെന്ന് പറഞ്ഞുവല്ലോ. എപ്പോഴെങ്കിലും ഒരു ദിവസത്തില് എന്റെ ചെറുപ്പക്കാരാ, ഒരു ദിവസത്തിന്റെ കഥയല്ല, ഒരു മണിക്കൂറിന്റെ കഥയല്ല, എന്റെ പൊന്നു മോളെ, ഒരു സെക്കൻഡിന്റെ കഥയാണ്. ഏതെങ്കിലും ഒരു സെക്കൻഡില് പാപ്പാന്റെ ഉമ്മാന്റെ പൂമുഖത്തേക്ക് ചെറുപ്പിന്റെ ദേശത്തിന്റെ നോട്ടം നോക്കിപ്പോയാൽ 1000 കൊല്ലം അല്ലാഹു ജീവിക്കാൻ നിനക്ക് അവസരം തന്നാൽ ഒരു കൊല്ലത്തെ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയ്ക്ക് വേണ്ടി സ്വതക്ക ചെയ്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്വതക്ക ചെയ്ത പെങ്ങളെ, സ്വതക്ക ചെയ്ത ബാപ്പമാരെ, ഈ മദ്രസയ്ക്ക് വേണ്ടി സ്വതക്ക ചെയ്തിട്ടുണ്ടല്ലോ, അത് പടച്ചവൻ സ്വീകരിക്കണ്ടേ? ഇന്ന് പാതിരാത്രി പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ വീടിന്റെ ഉള്ളിൽ ശരീരങ്ങൾ ചുക്കിച്ചുളിഞ്ഞു പോയാ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചോ, പാപ്പാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചോ. അതല്ലാതെ അല്ലാഹുവിന്റെ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് അതിന്റെ കൂലി നാളെ സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തില് പൊരുത്തം പേടിക്കാതെ കിടന്നുറങ്ങല്ലേ. ഇന്നിവിടെ മദ്രസയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അല്ലാഹുവേ, അതിനകത്ത് പൊന്നുമക്കൾ വന്നിരുന്നു കൊണ്ട് പഠിക്കുമ്പോ അതിന്റെ കൂലി എന്റെ കബറിടത്തിലേക്ക് ലഭിക്കുമല്ലോ അല്ലോ എന്ന് വിചാരിച്ചു പോയവരെ, അതിന്റെ കൂലി കിട്ടണോ? ഇന്നത്തെ രാത്രി പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. ഇത് പഠിപ്പിച്ചതാരാണ്? മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഉറക്കം പറഞ്ഞ് പറഞ്ഞേട്ടോ, അല്ലെങ്കിൽ വാളു മതിയായെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയണം. എങ്ങനെ ഞാൻ നല്ല സൂപ്പർ ഒരു ഐഡിയ പറഞ്ഞു. 5-6 ആൾക്കാർ വരിക്കുന്നതിന് പതിട്ട് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ചെവിയിലേക്ക് വെച്ചാൽ മതി, മനസ്സിലാകും ഏകദേശം മതിയായിക്കുന്നു എന്ന് മനസ്സിലാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ അടിക്കും. ഇൻഷാ അല്ലാഹ് ഈ വിഷയമാണ് നമ്മൾ എവിടെ പറയേണ്ടത്. എവിടെ നോക്കിയാലും നമ്മളിപ്പോ അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ മരണമില്ലേ പറയാൻ, ഖബറില്ലേ പറയാൻ, സ്വർഗ്ഗല്ലേ പറയാൻ, നോമ്പില്ലേ, നിസ്കാരമില്ലേ, ഇതൊക്കെ സ്വീകരിക്കണോ? ഇത് വേണം. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മദ്രസ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ ചെയ്ത ഏറ്റവും നല്ല സേവനല്ലേ. ഇതിന്റെ കൂലി കിട്ടണമെങ്കിൽ ഇന്നത്തെ രാത്രി പൊരുത്തം ചോദിക്കണം. അപ്പൊ പലരും വിചാരിക്കും, അല്ലാഹ് ഉസ്താദ് എന്റെ ഉമ്മല്ലല്ലോ, എന്റെ ബാപ്പ ഇല്ലല്ലോ, എങ്ങനെ ഞാൻ അവരുടെ പൊരുത്തം ചോദിക്കാം? ഇൻഷാ അല്ലാഹ് അതിന്റെ വഴി ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഏതായാലും ഉമ്മമാരല്ല, ഉമ്മമാര് അവിടെ ഉണ്ടായിരുന്നാൽ മതി. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉമ്മാന്റെ പൊരുത്തം, ബാപ്പാന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ആണുങ്ങളും ഒന്ന് കൈവന്നിച്ച് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് എത്ര ആൾക്കാർ? അൽഹംദുലില്ലാഹ് ഉണ്ടായാ മതി. വീട്ടിൽ പോയി ഉണ്ടാവണം ഈ കൈകളൊക്കെ. ഈ കൈയും ഈ മനസ്സുണ്ടാവണം. അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകരുത്. ഏത് കാര്യം ചെയ്താലും, ഏതൊരു നന്മ ചെയ്താലും ഇത് വേണം. കണ്ടോ, ആ സ്വഹാബി എന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു വഖ്തും
നമ്മളൊക്കെ വല്ലപ്പോഴും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വല്ലപ്പോഴും വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ കാണും. ഞാൻ ഉൾപ്പെടല്ലേ വെള്ളിയാഴ്ചയൊക്കെ ഒന്ന് കാണുന്നത് ആകപ്പാടെ കാണുന്നതാണ്. അതും കൂടെ പോയാലോ ഒരു ദിവസത്തിൽ ഒരു സെക്കൻഡ് എപ്പോഴെങ്കിലും അവരുടെ മുഖത്തേക്ക് ദേശത്തിന്റെ നോട്ടം നോക്കിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഉമ്മാനെ വെറുപ്പിച്ചാൽ, ഒരുപാട് മക്കളെ കണ്ടപ്പോ ആ വിഷയമാണ് എന്റെ മനസ്സിൽ അധികവും പിന്നെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം പറയാം. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കൊന്ന് പറഞ്ഞേ, അള്ളാഹു മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മമാര് ബാക്കിൽ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പറയാൻ പേടി ഉമ്മമാരെ ഭാഗത്ത് ചില പാടിയിട്ടതുകൊണ്ടാ. ഉമ്മമാര് കുറച്ച് ഇവിടെ ഉള്ള കസേരയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കൊടുത്താല് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവരും കൂടെ കയറി. അങ്ങനല്ലേ ആ കസേര അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വന്നിരുന്നോളി. അപ്പോ പിന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ കയറുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചോളി. അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് കൊടുക്കലാണ്. നമ്മുടെ ഉമ്മമാരോട് മിണ്ടാൻ പറ്റില്ലല്ലോ. ചില സ്ഥലത്ത് പണ്ടൊരു ഉസ്താദ് പറഞ്ഞപ്പോ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങള് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. ഇത് കേട്ട 3 പാവം പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, നേരെ വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചു. 3 പെണ്ണുങ്ങൾ വരിക്കിന് അല്ലാഹു അക്ബർ. ഒന്നാമത്തെ പെണ്ണ് കൈകെട്ടി, രണ്ടാമത്തെ പെണ്ണും കൈകെട്ടി, മൂന്നാമത്തെ പെണ്ണും കൈകെട്ടി. അപ്പൊ ഈ പിന്നെ അടുക്കള എന്ന് പറഞ്ഞാൽ ഇവർക്ക് വല്ലാത്തൊരു ഇഷ്ടമാണല്ലോ. പാത്രം അങ്ങനെ സൗണ്ട് ഇടുമ്പോ ഈ നിൽക്കണ പെണ്ണ് അടുത്തിക്കണ പെണ്ണ് മറ്റേ പെണ്ണിനെ കൈ കൊണ്ട് തട്ടി പതുക്കെ, എടി അടുക്കള പൂച്ച കയറിയൊന്നൊരു സംശയമുണ്ട്. പാവങ്ങളല്ലേ, ചെറിയത്തേ ഉള്ളൂ. ഇവിടത്തെ എന്റെ നാട്ടിലെ കഥ പറയാം. മറ്റേ പെണ്ണ് പതുക്കെ തട്ടി, എടി അടുക്കള പൂച്ച കയറിയൊരു സംശയമുണ്ട്. അപ്പൊ രണ്ടാമത്തെ പെണ്ണ് ഇയാൾക്ക് ഉസ്താദ് പറഞ്ഞില്ലേ നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. അപ്പൊ ഇത് കേട്ട് മൂന്നാമത്തെ പെണ്ണ് ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരാൻ. അപ്പൊ ഈ പെണ്ണ് പറയാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ മിണ്ടാതിരിക്കുന്നത്, ഒക്കെ പോയില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. അതുകൊണ്ട് ഉമ്മമാരെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു മഹദിയായ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം സ്വർഗ്ഗീയ ലോകത്ത് കടക്കുന്ന ഉമ്മമാരുടെ കൂട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ഉമ്മമാരെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏത് കാര്യം ചെയ്താലും, ഏതൊരു നന്മ ചെയ്താലും ആ ഒരു നന്മയ്ക്ക് പിന്നിൽ ഉമ്മാന്റെ പൊരുത്തണ്ടാവണം. എന്നാൽ മാത്രമേ അത് അല്ലാഹു സ്വീകരിക്കുള്ളൂ. നിങ്ങൾ ഇരിക്കുന്നല്ലോ അള്ളാഹുവിന്റെ ദീനിന്റെ വേദിയിൽ, ഈ ഇരിക്കുന്ന വേദിക്കുള്ള കൂലി നിങ്ങൾക്ക് കിട്ടണമെങ്കിലും ഉമ്മാന്റെ പൊരുത്തം വേണം, ബാപ്പാന്റെ പൊരുത്തം വേണം. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയാൽ അല്ലാഹുവേ ഇന്ന ഷമീർ ദാരിമിയ ലോകത്തൊന്ന് വിട പറയുന്നതെങ്കിൽ, സക്കരിയ ദാരിമിയ ലോകത്തൊന്ന് വിട പറയുന്നതെങ്കിൽ, ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയാ എന്റെ ചെറുപ്പക്കാരാ യുവതികളെ, പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. നമ്മളെ കാണാൻ നാട്ടുകാര് കടന്നു വരികയാ, കൂട്ടുകാര് കടന്നു വരികയാ, ബന്ധുമിത്രാദികള് കടന്നു വരികയാണ്. എല്ലാവരും കടന്നു വന്നുകൊണ്ട് നിന്നിട്ട് അവസാനം അല്ലാഹുവേ ഷമീർ ദാരിമിയല്ലേ മരിച്ചതെന്ന് പറഞ്ഞിട്ട് സക്കരിയ ദാരിമി ഉൾപ്പെടെയുള്ള ആളുകൾ മയ്യത്ത് കുളിപ്പിക്കാൻ കടന്നു വന്ന പൊന്നുമോനെ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ലോകത്തൊന്ന് വിട പറയുന്നതെങ്കിൽ നമ്മളെ കുളിപ്പിക്കുമ്പോ തണുത്ത വെള്ളം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരിയ ചൂടുവെള്ളം കൊണ്ടായിരിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ നരകത്തിന്റെ മാലാഖമാര് കടന്നു വരികയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മാലാഖമാരില്ല. അല്ലാഹുവിന്റെ നരകത്തിന്റെ മാലാഖമാര് തീ കൊണ്ടുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരികയാ, കഫം പുടവ കൊണ്ടുവരികയാണ്. കുളിപ്പിക്കുന്നതോ നരകത്തിന്റെ ചീഞ്ചലങ്ങൾ ഒലിച്ചുകൊണ്ട് ചൂടുവെള്ളം കൊണ്ടാട് നമ്മൾ വാവിട്ടുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്, നമ്മൾ പൊട്ടിക്കരയുന്നുണ്ട്, പാപ്പാനെ ഉമ്മാനെ നോക്കുന്നുണ്ട്. പക്ഷേ അവരാരും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി പൊരുത്തം ചോദിക്കാതെ എന്റെ ചെറുപ്പക്കാരാ, ഇവിടെ പറഞ്ഞു പോയാല് നരകത്തിന്റെ മാലാഖമാര് കൊണ്ടുവരുന്ന വസ്ത്രത്തിൽ പൊതിയേണ്ടി വരും. അല്ലാഹുവേ
നമ്മുടെ മയ്യത്ത് ചുമക്കുമ്പോഴോ ആരാ നിന്റെ മയ്യത്ത് ചുമക്കുന്നേന്നറിയോ? അല്ലാഹുവിന്റെ അദാബിന്റെ മാലാകമാരാ സന്തൂക്കിന്റെ ഉള്ളിലിട്ടുകൊണ്ട് നിന്നെ കുത്തുന്നുണ്ട്, നിന്നെ വലിച്ചു കയറുന്നുണ്ട്, നിന്നെ പേടിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടണോ? ഇന്നത്തെ രാത്രി പൊരുത്തം ചോദിച്ചോ? ഇല്ലെങ്കിലോ നമുക്ക് നന്നായിട്ട് മരിക്കാൻ തന്നെ കഴിയില്ലെന്ന് പഠിപ്പിച്ചത് നബിയുനാ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ വെള്ളം, നരകത്തിന്റെ വസ്ത്രം, നരകത്തിന്റെ എല്ലാം കൊണ്ടുവരും. ആർക്കാൻ? ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തില്ലാണ്ട് മരണപ്പെട്ട മക്കൾക്ക്. യാ അല്ലാഹ്, അല്ലാഹുവേ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. മനസ്സറിഞ്ഞെന്ന് പറയും, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. എന്തൊക്കെ ചെയ്താൽ രക്ഷയില്ല. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നതാ, ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ഈ രണ്ടുപേരുടെ പൊരുത്തം വേണം അല്ലേ? അല്ലാഹു നമ്മളോട് കോപിച്ചോന്നറിയണോ? അല്ലാഹുവും അല്ലാഹുവിന്റെ ഹബീബും നമ്മൾ വെറുത്തോന്നറിയണോ? ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലാഹുവിന്റെ പൊരുത്തം മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണ്. എപ്പോഴെങ്കിലും ഉമ്മാനെ ഒന്നിപ്പോ ദേഷ്യം പിടിപ്പിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ആ സമയം മുതൽ അല്ലാഹു നമ്മൾ വെറുത്തു നമ്മൾ ഉറപ്പിക്കണം, ഉറപ്പാണ്. ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടിറങ്ങി നമ്മളവിടെ ബാപ്പാനെ വെറുപ്പിച്ചിട്ടാണ് നമ്മളവിടെ വന്നത്. എന്നാൽ ഏത് സമയം വരെയാണ് നമ്മൾ അവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിക്കുന്നത്? ആ സമയം വരെ അല്ലാഹുവിന്റെ ലഅനത്തിന്റെ മാലാഖമാർ നമുക്കെതിരെ ദുആ ചെയ്യും, അല്ലാഹുവേ ഇവനെ നശിപ്പിക്കണേ അല്ലാഹ്, നശിപ്പിക്കണേ അല്ലാഹ്. പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. എത്രയോ യുവാക്കൾ അതിന്റെ സദസ്സിൽ വന്നിട്ട് പറയും, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, എല്ലാ ഉത്തരവും അവര് ചോദിച്ച മുഴുവൻ കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കണില്ല, വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല. എന്തേ വിളിക്കാത്തെ? അല്ലാഹുവിന്റെ മലക്കുകൾ സമ്മതിക്കൂല വിളിപ്പിക്കാൻ. അവരുടെ പൊരുത്തില്ല, ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തില്ല. അപ്പൊ അല്ലാഹു അവരുടെ മനസ്സ് മാറ്റും, വിളിപ്പിക്കാൻ അല്ലെങ്കിൽ വിളിക്കാന്നും പറഞ്ഞിരുന്നവരെ മനസ്സ് മാറ്റും, എടുത്തു കളയും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തരുത്, സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അബദ്ധമാണ്. കൂലിപ്പണി ചെയ്യുന്നവരാണെങ്കിൽ പോലും ഉമ്മാന്റെ പൊരുത്തം ഇല്ലെങ്കിൽ മൺവെട്ടി കൊള്ളും കാലിൽ സൂക്ഷിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഫദൽ റളിയല്ലാഹു അൻഹു എല്ലാവരും കേട്ടുപോയ കഥയാണ്. പക്ഷേ സാഹചര്യം കൊണ്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. എത്ര കേട്ടാലും കാര്യം മനസ്സിലാകണ്ടേ ചെറുപ്പക്കാരാ? ഫദൽ റളിയല്ലാഹു തആല കടന്നു വന്നുകൊണ്ട് ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് പോകാൻ എനിക്ക് കൊതിയുണ്ട് ഉമ്മാ. അല്ലാഹുവിന്റെ കഅബാലയം കാണാ എനിക്ക് ആഗ്രഹമുണ്ടുമ്മാ. എന്റെ കൂടെ ഉള്ളവര്, എന്റെ കൂട്ടുകാര്, ബന്ധുമിത്രാദികള് എല്ലാവരും കഅബാലയത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് ഉമ്മാ. ഈ പൊന്നുമോനും കൂടി കഅബ കാണാ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദ്വാരക്കാര് ഈ മകനും കൂടെ പോകട്ടെ ഉമ്മാ. ഫദൽ റളിയല്ലാഹു തആല എന്ന് പറയാണ്, മോനെ ഉമ്മ വയസ്സായിട്ടുള്ള ഉമ്മയാ, നീ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരത്ത് പോയാ ഈ വയസ്സായ ഉമ്മയെ നോക്കുന്നതാരാണ്? ഈ ഉമ്മക്ക് മരുന്ന് തരുന്നതാരാണ്? ഈ ഉമ്മക്ക് വെള്ളം തരുന്നതാരാണ്? ഈ ഉമ്മക്ക് ഭക്ഷണം തരുന്നതാരാണ്? ഫദൽ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ പോകുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഫദൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിടയുകയാ. അല്ലാഹുവേ എല്ലാവരും
എല്ലാവരും കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിയുമ്പോ എന്റെ തമ്പുരാനെ പാവപ്പെട്ട ഫളിലിന് മാത്രം കഴിയാതെ പോകുന്നത് അവസാനം തീരുമാനിക്കുകയാ തന്റെ എല്ലാ സാമഗ്രികളും ഒരുക്കി വെക്കുകയാണ്. ഉമ്മാന്റെ അനുവാദമില്ലാതെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു സുന്നത്തായ കാര്യത്തിന് വേണ്ടിയല്ല, ഒരു ഫർളായ കാര്യത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അങ്ങനെ തന്റെ ബ്യാഗം തൂക്കി ഫളൽ റളിയല്ലാഹു അൻഹു കടക്കുകയാ. ഒരുപാട് കിലോമീറ്ററുകൾ പോവുകയാണ്. സന്ധ്യ സമയമായപ്പോ അടുത്തുള്ള ഒരു പള്ളിയിലേക്കൊന്ന് കയറിയിരിക്കുകയാണ്. എന്തിനാ പള്ളിയിൽ കയറിയിരിക്കുന്നേന്നറിയോ? അല്ലാഹുവേ, ക്ഷീണമൊന്ന് മാറ്റാനാണ്, വിഷമം ഒന്ന് മാറ്റാനാണ്, നൊമ്പരം ഒന്ന് മാറ്റാനാണ്. പള്ളിക്കുള്ളിലേക്കൊന്ന് കയറിയിരുന്നു. അപ്പോഴാണ് ആ നാട്ടിൽ ഒരു കളവ് നടക്കുന്നത്. ആളുകളെ കള്ളനെ തിരക്കി നാട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ ഈ കള്ളൻ ഓടിപ്പോയത് പള്ളിയുടെ ഭാഗത്തെ കാട്. അല്ലാഹുവേ, ഫളൽ റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യൻ ആർക്കും അറിയില്ല. കള്ളൻ ഓടിയത് പള്ളിയിലാണ്. അതുകൊണ്ട് നാട്ടുകാര് പള്ളിയിലേക്കൊന്ന് ചെന്നപ്പോ ഫളൽ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാ. പടച്ചവനിക്ക് വേണ്ടി ഖുർആൻ ഓതുകയാ. പടച്ചവനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്. ഫളൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു പൂട്ടിട്ടുകൊണ്ട് പിടിച്ചിട്ട് പറയാ, എടാ വൃത്തികെട്ടവനെ, നീ അവിടെ നിന്ന് മോഷണം നടത്തിയിട്ട് പടച്ചവന്റെ പള്ളി കയറിയിരിക്കുകയാണോ? അപ്പോഴാണ് ഫളൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കളവ് ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ മോഷ്ടിക്കാൻ എനിക്കൊരിക്കലും കഴിയൂല, ഒരിക്കലും കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് ഫളൽ റളിയല്ലാഹു അൻഹു കരയുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പോട്ടിട്ട് പിടിച്ചുകൊണ്ട് രാജാവിന്റെ സന്നിധിയിലേക്കൊന്ന് കൊണ്ടു കൊടുക്കുകയാ. രാജാവിന്റെ ഉത്തരവ് വരുന്നുണ്ട്. അതാ ഫളലിന്റെ കാല് മുറിച്ചോ, അവന്റെ കൈ മുറിച്ചോ, അവന്റെ കാതുകൾ അരിഞ്ഞു മാറ്റിക്കോ, അവന്റെ കണ്ണിനെ ചൂഴ്ന്നെടുത്തോ. ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കുകയാ. വാവിട്ടുകൊണ്ട് നിലവിളിക്കുകയാ. അപ്പോഴും വിളിക്കുന്നുണ്ട്, ഉമ്മ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ടുകൊണ്ട് ഫളൽ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുമ്പോ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നുണ്ട്, കയ്യരിഞ്ഞ് മാറ്റുന്നുണ്ട്. എന്നിട്ട് രാജാവിന്റെ കൽപ്പന വരികയാണ്. ഇവനെ ഒരു കുണ്ടത്തിന്റെ പുറത്ത്, ഒരു വടിയുടെ പുറത്ത് ഇവനെ കുത്തിയെടുത്തുകൊണ്ട് പട്ടണത്തിലൂടെ കറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇനി ആരാണ് മോഷണം നടത്തുന്നത് അവന്റെ ഗതി ഇതുപോലെയാണെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ കിങ്കരന്മാര് കാലില്ലാത്ത, കൈയില്ലാത്ത, കണ്ണില്ലാത്ത ഫളൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു കുന്തത്തിന്റെ പുറത്ത് പൊത്തിയെടുക്കുകയാണ്. എടുത്തുകൊണ്ട് പട്ടണത്തിലൂടെ കയറിയിട്ട് പറയാ, ഇവൻ മോഷ്ടാവാണ്. ഫളൽ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ മോഷ്ടാവെന്ന് പറയല്ലേ, മോഷ്ടിച്ചുവെന്ന് പറയല്ലേ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് പറഞ്ഞു, ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് പറഞ്ഞു. അതല്ലാതെ മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തല്ലേ. ആളുകൾക്ക് വിഷമമാവുകയാ, നമ്പരമാവുകയാണ്. ഫളൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു വീടിന്റെ മുമ്പിൽ കൊണ്ടാക്കിയിട്ട് ആളുകളൊക്കെ പോവുകയാണ്. അവിടെ കിടന്നുകൊണ്ട് ഫളൽ റളിയല്ലാഹു അൻഹു വിഷമിച്ചുകൊണ്ട് വിളിക്കാ, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ആരാ എനിക്കൊരൽപ്പം വെള്ളം തരുന്നതാരാ? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആ പെണ്ണിന്റെ ശബ്ദം എങ്ങനെ? ആരാ എന്റെ വീട്ടിന്റെ മുമ്പില് ആരാ പൊട്ടിക്കരയുന്നത്? അപ്പോഴാണ് അവിടെ നിന്ന് പറയുന്ന, ഒരു ചെറുപ്പക്കാരനാണ് പെങ്ങളെ, അതാ ഒരു ചെറുപ്പക്കാരനാണ് പെങ്ങളെ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞെന്തേ നിനക്ക് വേണ്ടുന്നത്? എനിക്ക് വിശപ്പുണ്ട്, അതുകൊണ്ട് വിശപ്പിന് വല്ലതും തരുവോ? ആ സമയത്ത്
സമയത്താ പറഞ്ഞത് ഞാൻ ഒരു അന്യപുരുഷൻ, നീ ഒരു അന്യപുരുഷനാണ്, ഞാൻ ഒരു അന്യപെണ്ണമാണ്, എങ്ങനാ നിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരേണ്ടുന്നത്, എനിക്കത് സാധിക്കില്ല. അപ്പോഴാണ് അവിടെ നിന്ന് ഫളൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പൊന്നു പെങ്ങളെ എനിക്ക് രണ്ട് കണ്ണില്ല, എന്നാൽ ഈ ജനലിന്റെ ഭാഗത്തേക്കൊന്ന്, അതാ ഈ ഒരു ജനലിന്റെ ഭാഗത്തേക്ക് നിന്റെ കൈയൊന്ന് നീട്ടുവോ? അപ്പോഴാണ് ഫളൽ തങ്ങൾ പറഞ്ഞത്, ഇല്ല ഇല്ല, എനിക്ക് രണ്ട് കൈകളില്ല, എന്നാൽ ഈ ജനലിന്റെ ഭാഗത്തേക്കൊന്ന് നടന്നു വരുവോ? അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, പെങ്ങളെ നടക്കാൻ കാലുകളില്ല. ഈ പാവപ്പെട്ട പെങ്ങൾ വിചാരിക്കാൻ, അല്ലാഹുവേ ആരോ കൈകാലുകളില്ലാത്ത, കണ്ണുകളില്ലാത്ത, കാതുകളില്ലാത്ത ഈ ഒരു മാംസപിണ്ഡമാരാ എന്നറിയാൻ വേണ്ടി വെളിയിലേക്കും ഇറങ്ങി വന്നപ്പോ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു വെറും ഒരു മാംസപിണ്ഡം അവിടെ ഈ ഉമ്മ ചോദിക്കുന്നു, ആരാട്? ഫളൽ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, അല്ലാഹുവേ ഇതൊരു അന്യ പെണ്ണല്ല, ഇതൊരു അന്യ പെണ്ണല്ല, ഇതൊരു അന്യ പെണ്ണല്ല. അവിടെ ഫളൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ എങ്ങനെയാണ് അന്യ പെണ്ണാകുന്നത്? നിങ്ങൾ എന്റെ ഉമ്മയാ, നിങ്ങൾ എന്റെ ഉമ്മയാണ്, നിങ്ങൾ എന്നെ കാണാനുള്ളവരാണ്, എന്നെ ഓമനിച്ചവരാണ്, എനിക്ക് മുത്തം തന്നവരാണ്, എന്നെ വാരി പുണർന്നുകൊണ്ട് അമ്മിഞ്ഞ പാല് തന്നവരാണ്, അതുകൊണ്ട് അന്യ പെണ്ണല്ല. ആരാണ് ഈ മാംസപിണ്ഡമെന്നറിയോ ഉമ്മ? നിങ്ങളുടെ പൊന്നുമോന് ഫളലുണ്ടല്ലോ, ആ ഫളലാണ് ഉമ്മ. ഫളൽ റളിയല്ലാഹു തആല അൻഹുവിനെ വാരി പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ഉമ്മ കരയാൻ തുടങ്ങി. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇതുപോലൊരവസ്ഥ വന്നു ഉമ്മ. ഫളൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയാറ്, ഉമ്മ എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് വസ്ത്രം വേണ്ട, എനിക്കൊന്നും വേണ്ട ഉമ്മ. എന്റെ ഉമ്മാന്റെ കാലിൽ പിടിക്കാ കൈയില്ല, എന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കാ കണ്ണില്ല, എനിക്ക് വേണ്ടുന്നത് എന്റെ ഉമ്മാന്റെ പൊരുത്തമാണ് ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ എവിടെയാ കടന്നുപോയത്? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരത്തേക്കാട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കാനാ അല്ലാഹുവിന്റെ കഅബ കാണാ. കൊതിയില്ലാത്ത ഒരാളുണ്ടോ? കൊതിയില്ലാത്തൊരു സ്ത്രീകളുണ്ടോ? എല്ലാവർക്കും കഅബ കാണണമെന്ന് ആഗ്രഹമാണ്. ഫളൽ റളിയല്ലാഹു അൻഹുവും ആഗ്രഹിച്ചു പോയത്. അല്ലാഹുവേ എല്ലാവരും കഅബ കാണുമ്പോ എനിക്ക് ഓടിയാ കഅബ കണ്ടുകൊണ്ട് കഅബാന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയാ ആഗ്രഹമുണ്ട് അല്ലാ എന്ന് വിചാരിച്ചു പോയതാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൊന്നുമക്കളെ, കൊച്ചുമക്കളെ, എവിടെയാണ് ഉമ്മാന്റെ അനുവാദമില്ലാതെ കടന്നു പോകുന്നത്? ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കടന്നു പോകുന്നത്? എന്ത് ചെയ്താലും എത്ര ഫർളാകട്ടെ, എത്ര സുന്നത്താകട്ടെ, എത്ര നല്ല നല്ല സേവനങ്ങളാകട്ടെ, പൊന്നുമോനെ പൊന്നുമോളെ, ഇവരുടെ പൊരുത്തമില്ലെങ്കിൽ എവിടെന്നാ, ഏത് വഴിയിൽ നിന്നാ فإن الله يعجله لصاحبه في الحياة وبعد الممات. പാപ്പാന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്ത, അവരനുസരിക്കാത്ത, അവര് പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാത്ത മക്കളാരാണ്? അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമില്ല. ഫഖദ് ഖസറ ഖുസ്റാനാ, അവര് പരാജയത്തിന്റെ പടുകുഴിയിലാണ്. പിന്നെയോ 16 വയസ്സുള്ള പൊന്നുമോളെ, 60 വയസ്സുള്ള പൊന്നുപെങ്ങളെ, 50 വയസ്സുള്ള പ്രിയപ്പെട്ട ബാപ്പ, 20ഉം 26ഉം 28ഉം വയസ്സുള്ള പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര ഫർളാ നിസ്കരിച്ചത്, എത്ര സുന്നത്താ നിസ്കരിച്ചത്, ഇതിന്റെ എല്ലാ കൂലി നിനക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾക്ക് വേണോ? ഇന്നത്തെ രാത്രി ചെന്ന ശരീരങ്ങൾ ചൊക്കിച്ചൊളിഞ്ഞു പോയ, നമ്മളെ പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത, നമ്മുടെ വസ്ത്രത്തെ പോലെ വൃത്തിയില്ലാത്ത ശരീരങ്ങളൊക്കെ വല്ലാതെ അഴുക്ക് പിടിച്ചു പോയ വയസ്സായ നിങ്ങളുടെ ഉമ്മയില്ലേ, വയസ്സായ നിങ്ങളുടെ ബാപ്പയില്ലേ, അവരുടെ കാൽക്കൽ വീണ്, അവരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചിട്ടല്ലാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. ആദരവായി നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. റക്കൊന്ന് പറയും മടി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്തിനൊരു പവർ ഇട്ടില്ലല്ലോ, വരട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്, മുത്തുനബിന്റെ വാക്കാണ്. അത് ഒരിക്കലും നട്ടാവില്ല, ഒരു സമയത്തും അത് പാഴാവില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഉമ്മാനെ ഒന്ന് വെറുപ്പിച്ച മക്കൾ ഈ ലോകത്ത് എവിടെയും വിജയിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ പഠിക്കാണ്ടല്ലോ അലക്സാണ്ടറിനെ കുറിച്ച്, അതുപോലെ പിന്നെ ഐസക് ന്യൂട്ടനെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചവരാണ്. ഇവരുടെയൊക്കെ വിജയത്തിന്റെ കഥകൾ, ഇവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന, ഇവരുടെ ഓൾഡ് ഹിസ്റ്ററി വായിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കറിയാം. അവരൊക്കെ എഴുതിയിട്ടുണ്ട്. അലക്സാണ്ടർ എന്നതിനെ എഴുതി, എന്റെ മാതാവിന്റെ പൊരുത്തമാണ് എന്നെ ഏറ്റവും വലിയ മഹാനാക്കിയത്, അല്ലേ? ഐസക് ന്യൂട്ടനും പറഞ്ഞു, എന്റെ പിതാവിന്റെ പൊരുത്തമാണ് എന്നെ ഇത്രയും വലിയ മഹാനാക്കിയത്. ഏതു മതത്തിൽ നോക്കട്ടെ, ഏതു മതത്തിൽ നോക്കിയാലും മാതാവിന്റെ പിതാവിന്റെ മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദീനുണ്ടല്ലോ, ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ ഉമ്മാക്ക് വേണ്ടി കൊടുത്ത സ്ഥാനം, ബാപ്പാക്ക് വേണ്ടി കൊടുത്ത സ്ഥാനം, അത് എണ്ണിയാലും പറഞ്ഞാലും തീരില്ല. നമ്മുടെ ഹൈന്ദവരായ സഹോദരങ്ങൾ അവരുടെ ഭഗവത്ഗീത നോക്കിയാൽ അമ്മയുടെ മഹത്വം പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ക്രൈസ്തവരായ സഹോദരങ്ങളുടെ ബൈബിൾ നോക്കിയാൽ മത്തായിയുടെ സുവിശേഷത്തിൽ 256 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അതിൽ മുഴുവനും മാതാവിന്റെ മഹത്വമാണ്. ഏത് മതത്തിലും മാതാവിന്റെ പിതാവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ പോവുക. ഏത് മതത്തിൽപ്പെട്ട മക്കളാണെങ്കിലും അച്ഛന്റെ, അമ്മയുടെ, ബാപ്പാന്റെ, ഉമ്മാന്റെ പൊരുത്തമില്ലാണ്ട് ഈ ദുനിയാവിന്റെ പുറത്തുകൂടി എപ്പോഴൊക്കെ കടന്നു പോകുന്നു, എവിടെയും അവനക്ക് വിജയിക്കാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ മരിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏത് സമയത്ത് നമ്മൾ പോകുന്നതെന്ന് പറയാൻ പറ്റും. അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം. അധികം പറയുന്നത് 1 മണിക്കൂറായ പെട്ടെന്ന് സമയം പോകും. നിങ്ങൾ പേടിക്കണ്ട, അതിനപ്പുറത്തോട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കൂല. എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് കുറെ നേരമായി. എപ്പോഴാ മരിക്കുന്നതിന് അറിയില്ല. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം പേടിക്കണമെന്നാണ്. ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കൊന്ന് ചൊല്ലിക്കോളി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ് ഉസ്താദേ, എനിക്ക് 26 വയസ്സേ പ്രായമുള്ളൂ, 27 വയസ്സേ പ്രായമുള്ളൂ. ഐ ചലഞ്ച് ഓഫ് മൈ ഡെത്ത്. ഞാൻ എന്റെ ആത്മാവിനെ വെല്ലുവിളിക്കാൻ വിലാരിപ്പെടാൻ ഞാൻ പോകില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും പോകാന്നുള്ള ചിന്ത. ഐസ് കട്ടയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോ ആ ഒരു ഐസ് കട്ട എത്ര പെട്ടെന്നാണ് അലിഞ്ഞു ചേരുന്നത്. ഇതുപോലെ മനുഷ്യന്റെ ആയുസ് പെട്ടെന്ന് കഴിയും. ജിന്ദഗി ഇൻസാൻ കി മാനന്ദ മുറവേ ഖുശ്നവാ ഷാഹുപി പൈദാ കോയിദം ശഖയാ ഉദ്ദയാ. ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് പാടുന്ന ഒരു കിളി. ആ കിളിയുടെ പാട്ട് കേൾക്കാൻ നമ്മുടെ കൊച്ചുമക്കൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. ആ സമയത്ത് നമ്മുടെ മക്കളുടെ ചെരുപ്പിന്റെ ശബ്ദം കേട്ട കിളി പെട്ടെന്ന് പറന്നു പോകാറുണ്ട്. ഇതുപോലെയാണ് മനുഷ്യന്റെ ആയുസ്. ഏത് സമയത്തും പോകാം, ഏത് സെക്കൻഡിലും പോകാം. അതുകൊണ്ട് പടച്ചോനെ, പോകുന്ന സമയത്ത് ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വേണം. ഈ ലോകത്ത് എന്തൊക്കെ നന്മ ഒരു മനുഷ്യൻ ചെയ്യുന്നോ അതിനകത്തൊക്കെ ആ നന്മ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പൊരുത്തമില്ലാതെ ഒരു നന്മയും അല്ലാഹു തആല സ്വീകരിക്കൂല. ഇത് എന്റെ വാക്കാണെങ്കിൽ കളയാം, ഇരിക്കുന്ന ഉസ്താദുമാരുടെ വാക്കാണെങ്കിൽ കളയാം. പിന്നെയോ ഒരിക്കൽ പോലും കളവ് പറയാത്ത വിശാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ മുഹമ്മദ് മുസ്തഫ ഒരിക്കലും ആയൂല. അവിടത്തെ വാക്കല്ലേ, പൂവിൻ നിലാവേ ഒന്ന് കാണാൻ കനിയേ, പാരിൻ അഴകേ എന്റെ താനബിയേ. പൂവിൻ നിലാവേ
നിലാവേ കനിവേറും സ്വരൂപേ പവിഴത്തിൽ നിലാവേ ഒന്നു കാണാൻ നിലാവേ മനസ്സിന്റെ മോഹം ഒന്ന് കാണാനും മോഹം പൂവിൽ നിലാവിൽ എന്തൊരാനന്ദഗേഹം അതുകൊണ്ട് ഒരിക്കലും മായാത്ത മറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരെ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനേറെ ഈ തൊട്ടടുത്ത് നമ്മുടെ വർക്കല ഭാഗത്ത് ഷുഹൈബ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 27 വയസ്സ്. ഇവിടെ നോക്കി എന്റെ എല്ലാ യുവാക്കളും ഇവിടെ ശ്രദ്ധിച്ചോളി. 27 വയസ്സുണ്ട് ഷുഹൈബ് എന്ന പേര്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, സന്തോഷം കൊടുക്കുമാറാകട്ടെ, ആനന്ദം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു റസൂൽ നമ്മളൊരു പോയിന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നറിയോ, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോഴാണ്, നമ്മൾ ആമീൻ പറയുമ്പോഴാണ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു എളുപ്പമാക്കുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കണ ഉമ്മമാർക്ക് വേണ്ടി ഞാനിപ്പോ ഇവിടെ പറയാം അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയണം ആമീൻ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു തരും സ്വർഗം. അള്ളാഹു അവന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണമെന്ന് പഹേന്റെ കച്ചവടത്തിൽ എന്തിനാ അള്ളാഹു കൊടുക്കാം എന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവേ അവന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കുക റഹ്മാനെ. അപ്പൊ അള്ളാഹു നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് തരും. അതാണ് ഇസ്ലാമിന്റെ നിയമം. അല്ല അല്ലാഹ് പൊളിച്ചാളെന്ന് പറഞ്ഞത് ഈ ദുആ ആര് ചെയ്യുന്നു അവന്റെ കച്ചവടം ആദ്യം പൊളിയും, ഉറപ്പാണ്. ഏത് കാര്യത്തിലും അങ്ങനെ, ഏത് കാര്യത്തിലും നമ്മൾ നേരെ എതിര് ചെയ്യും. അള്ളാഹുവേ അവന്റെ വീട് അങ്ങോട്ട് പൊങ്ങല്ലേ പടച്ചവനെ, അള്ളാഹ് അത് സ്വീകരിക്കൂല. അള്ളാഹു നേരെ നമ്മുടെ മക്കളിലൂടെ അള്ളാഹു അതിനെ പരീക്ഷിക്കും. നമ്മുടെ ഉള്ള വീടും അള്ളാഹു ഇല്ലാതാക്കുന്ന അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് കേൾക്കണം. ഇവിടെ കുറെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഉമ്മാനെ കുറിച്ച് നമ്മുടെ മക്കൾ പഠിക്കണം, അവരെ കുറിച്ച് അറിയണം. ആ മക്കളുണ്ട്, പെൺമക്കളുണ്ട്. ഇന്നത്തെ മക്കളോടൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഒന്നും മിണ്ടാൻ പറ്റില്ല. നല്ല ബുദ്ധിയുള്ള മക്കളാണ്. പണ്ട് ഒരു കുട്ടിയെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ബാപ്പാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇതെന്റെ മോനാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഈ പഹയൻ അംഗീകരിക്കൂല, ചെയ്യൂല. അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്യണം, ഇവനെ ഒന്ന് പഠിപ്പിച്ച് ഉഷാറാക്കി തരണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട, ഞാൻ റെഡിയാക്കി തരാം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേറെ ആരും നമുക്ക് അന്വേഷിക്കണ്ട, നമ്മുടെ സക്കരിയ താരി മുസ്താൻ തന്നെ നമുക്ക് പിടിക്കാം. ഉദാഹരണം പേര് മാറ്റിക്കോളി, മൂപ്പരെ കൊണ്ടുപോകും. അങ്ങനെ മൂപ്പര് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ബാപ്പ, ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മോനെ ഉഷാറാക്കി തരാം, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ കുട്ടിയെ വിളിച്ചിട്ട് ബാപ്പ പറഞ്ഞു, പിന്നെ ഉസ്താദ് പറഞ്ഞു, മോനെ നീ നന്നായിട്ട് നിസ്കരിച്ച് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ സ്കൂള് തുറക്കുന്ന സമയം നിനക്ക് നല്ലൊരു ബൈക്ക് മേടിച്ചു. കുട്ടിക്ക് നല്ല സന്തോഷമായി. സ്കൂള് തുറക്കുന്ന സമയത്ത് നിനക്ക് നല്ലൊരു ബൈക്ക് മേടിച്ചു തരും. അവസാനം കുട്ടി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇന്ന് മുതൽ ഞാൻ അങ്ങോട്ട് നിസ്കരിക്കും. കുട്ടി നിസ്കാരം തന്നെ നിസ്കാരം. ഉസ്താദ് വിചാരിച്ചു, പടച്ചോനെ ഇത് വല്ലാത്ത നിസ്കാരമായി പോയല്ലോ. അപ്പം വിടുവോ? സ്കൂളിൽ തുറക്കുന്നതിന്റെ തലേ ദിവസമായപ്പോ നേരെ ഉസ്താദിന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ബൈക്ക് റെഡിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് ഹാ ഹൂഹിനക്കായി കാണിച്ചു കൊടുത്തു. അപ്പൊ ചോദിച്ചു, അല്ല നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു ഉസ്താദെ? അപ്പൊ പറഞ്ഞു, മോനെ ഞാൻ അന്ന് നിന്നെ അങ്ങനെ പറ്റിച്ചോണ്ട് നീ ഈ കണ്ട നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചില്ലേ? അപ്പൊ കുട്ടി തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ എന്നെ പറ്റിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ ഇതിനേക്കാൾ ഉഷാറായി ഇത്രയും നാള് പറ്റിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ചോദിച്ചു, എങ്ങനെയാടാ നീ എന്നെ പറ്റിച്ചത്? ഉസ്താദെ ഞാൻ ഈ കണ്ട ലോഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഒക്കെ നിസ്കരിച്ചല്ലോ, പക്ഷേ ഒറ്റ വഖത്ത് നിസ്കാരത്തിന് വുളു എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല. ഇതാ നമ്മുടെ മക്കൾ. ഒന്നും മിണ്ടാൻ പറ്റൂല. നമ്മുടെ മക്കൾ നമ്മളെക്കാളും ബുദ്ധിയുള്ള മക്കളാണ്. അതുകൊണ്ട് മക്കളെ കേട്ടോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ഇവരുടെ പൊരുത്തം കിട്ടിയേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂല. ശുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഥ എഴുതുകയാണ്. അവന്റെ അനുഭവമാണ് രേഖപ്പെടുത്തുന്നത്. അല്ലാഹുവേ ഉസ്താദേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാരത്തേക്ക് ചെല്ലുകയാ. ഉമ്മാന്റെ ചാരത്ത് പോയിട്ട് എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നാളെ നേരം വെളുക്കുമ്പോ എന്നോടൊപ്പം എന്റെ ഉമ്മ ഒന്ന് കടന്നു വരണേ ഉമ്മ. എന്റെ ഉമ്മയോട് പറഞ്ഞപ്പോഴോ എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുകയാണ്. ഞാൻ എന്റെ ഉമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ നാളെ നേരം വെളുക്കുമ്പോ എന്നോടൊപ്പം കടന്നു വരണം. ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞു. ഉസ്താദേ ഉമ്മാന്റെ കണ്ണ് നിറയാനുള്ള കാരണം, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരേക്കും എന്റെ ഉമ്മാനെ ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടില്ല. എന്റെ ഉമ്മാനെ എവിടെയും കൊണ്ടുപോയിട്ടില്ല.
സുബ്ഹാനല്ലാഹ്. ആ ഉമ്മാന്റെ മനസ്സിന് സന്തോഷമാണ്. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് പോലും എന്റെ പൊന്നുമോൻ എന്നെ കൊണ്ടുപോയിട്ടില്ല. ഇന്ന് എന്നെ കൊണ്ടുപോവുകയാണ്. ഉമ്മാന്റെ മനസ്സിന് സന്തോഷമാണ്. സുബഹിന്റെ സമയമായപ്പോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കടന്നു ചെന്നുകൊണ്ട് ഉമ്മാന്റെ വാതിൽ മുട്ടി. ഉമ്മ വാതിൽ തുറന്നപ്പോ ഉമ്മാന്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ നിന്ന് പൊന്നുമോന് ചോദിക്കുന്നു, ഉമ്മ പോകാ റെഡിയല്ലേ ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, പോകാൻ ഉമ്മ റെഡിയാണ്, ഈ ഉമ്മ തയ്യാറാണെന്ന് പറയുമ്പോ ഉമ്മാനെ വാഹനത്തിലേക്ക് പൊന്നുമകൻ പിടിച്ചു കയറ്റുകയാണ്. അവിടെ നിന്ന് തന്റെ ഭാര്യയും 2 മക്കളുമായിട്ട് ഉമ്മാനെ കൊണ്ടുപോവുകയാ. ഉമ്മ വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. മകൻ ചോദിച്ചു, ഉമ്മ എന്തേ നിങ്ങൾ കരയുന്നത്? അവിടെ നിന്ന് പറയുന്ന മറുപടിയാണ്, മോനെ ഇന്നേവരേക്ക് ഉമ്മാനെ എവിടെയും കൊണ്ടുപോകാത്ത നിനക്ക് ഇന്ന് ഉമ്മയെ കൊണ്ടുപോകാ നിനക്ക് ആഗ്രഹം വന്നുവല്ലോ, അത് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഉസ്താദേ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ ഇന്ന് മുതൽ നിങ്ങൾക്ക് സമയത്ത് ആഹാരം കിട്ടും ഉമ്മ, നിങ്ങൾക്ക് വെള്ളം കിട്ടും ഉമ്മ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും ഉമ്മ. ഉമ്മ വല്ലാതെ സന്തോഷിക്കുകയാണ്. ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഞാൻ കൊണ്ടുപോകുന്നത് വലിയൊരു കെട്ടിടത്തിന്റെ മുമ്പിലാണ്. ആ കെട്ടിടത്തിന്റെ പേരാണ് വൃദ്ധസദനം എന്ന് പറയുന്നത്. എന്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല കൊണ്ടുപോകുന്നത് വൃദ്ധസദനത്തിന്റെ ഉള്ളവയിലേക്കാണ് എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മ അറിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഞാൻ അവിടെ കൊണ്ടാക്കുമ്പോഴോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ വാഹനത്തിന്റെ ഡിക്കി തുറന്നിട്ട് ഡോറ് തുറന്നിട്ട് ഉമ്മാന്റെ വസ്ത്രങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല. ഉമ്മാനെ കൊണ്ടു ചെന്നിട്ട് അവിടെയാക്കിയിട്ട് ഞങ്ങൾ പിരിയുമ്പോ അതാ എന്റെ ഉമ്മ എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ടില്ല. എന്റെ ഉമ്മാന്റെ കണ്ണു നിറഞ്ഞൊഴുകയാണ്. ഉസ്താദേ, വൃദ്ധസദനത്തിലേക്ക് എന്റെ ഉമ്മയെ കൊണ്ടാക്കാറുള്ള പ്രധാന കാരണം എന്തെന്നറിയോ? ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വയസ്സായ ഉമ്മയാണ്. വീട്ടിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഉറങ്ങുമ്പോൾ ഉമ്മ താഴേക്ക് മറിഞ്ഞു വീണിട്ട് 2 കാലുകളും ഉമ്മാന്റെ ഒടിഞ്ഞു. ഉസ്താദ്, എന്റെ ഉമ്മ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുകയാണ്. അത് ഞാനെടുത്ത് കളയാറുണ്ട്, ഞാനില്ലാത്തപ്പോഴെന്റെ ഭാര്യ എടുത്ത് കളയാറുണ്ട്. അനുഭവമാണ് പെങ്ങളെ. എഴുന്നേറ്റ് പോകാതെ നല്ല മനസ്സോടെ കേട്ടാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോ ആരാണ് ഉമ്മയെന്ന് മനസ്സിലാകും നമുക്ക്, ആരാ പാപ്പയെന്ന് മനസ്സിലാകും നമുക്ക്, നമ്മുടെ നോമ്പ് സ്വീകരിച്ചോ എന്ന് മനസ്സിലാകും നമുക്ക്, നമ്മുടെ സകാത്ത് സ്വീകരിച്ചോ എന്ന് മനസ്സിലാകും നമുക്ക്, നമ്മുടെ സ്വതക്ക സ്വീകരിച്ചോ എന്ന് മനസ്സിലാകും നമുക്ക്. ഉമ്മ അങ്ങനെ കിടന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ ഒറ്റ നിർബന്ധമാണ്, ഇനി പറ്റില്ല, ഒന്നുകിൽ ഉമ്മ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാകുന്ന ഞാനും മക്കളും ആരെങ്കിലും ഒരാളെ പറ്റുമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്ക് കേൾക്കുകയാണ്. കാരണം എനിക്ക് 2 മക്കളാ. ആ കൺമണികളെ കാണാതിരിക്കാ എനിക്ക് കഴിയില്ല ഉസ്താദ്. അങ്ങനെ ഞാൻ എന്റെ ഉമ്മയെ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിയിലാണ് ഒരു വണ്ടിയുമായിട്ട് ഒരു വാഹനവുമായിട്ട് വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്റെ വാഹനം കൂട്ടിയിടിച്ചു ഉസ്താദ്. എന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു പോവുകയാ. എന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ കണ്ണുനീരോട് പ്രഭാഷണത്തിന്റെ വേദിയിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് വാല് കഴിഞ്ഞിറങ്ങുമ്പോ 2 മിനിറ്റ് സമയം തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയുകയാ.
രണ്ട് കാലിലിതാ രണ്ട് കമ്പി വെച്ചുകൊണ്ട് സ്ട്രെച്ചർ വെച്ചുകൊണ്ടാ കടന്നു വന്നത്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഞാൻ എന്റെ വീട്ടില് ആഹാരം കഴിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കാൻ കഴിയാതെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാ. കിടക്കുന്ന കിടപ്പിലാ മലമൂത്ര വിസർജനം നടത്തുക. എന്റെ പ്രിയപ്പെട്ട ഭാര്യ കുറച്ചു ദിവസം എന്റെ മലവും മൂത്രവും വാരി അവസാനം രണ്ട് മക്കളെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ ചാരത്തേക്ക് വന്നിട്ട് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറയാ, പൊന്നു മക്കളെ, രണ്ട് കാലുകളില്ലാത്ത ബാപ്പയെ കൊണ്ട് ഒന്നിനും കഴിയില്ല മക്കളെ. അതുകൊണ്ട് ഉമ്മാന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ രണ്ട് മക്കളെയും പിടിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കടന്നുപോയി. എനിക്ക് വെള്ളം തരാൻ ആളില്ല, ഞാൻ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയാൽ അത് വാരിക്കളയാനായില്ല. അവസാനം എന്റെ കണ്ണുനീര് കണ്ടിട്ട്, എന്റെ വിഷമങ്ങൾ കണ്ടിട്ട്, എന്റെ ദുഃഖം കണ്ടിട്ട് എന്റെ അയൽവാസിയാകുന്ന സ്വാബിർ വന്നിട്ടാണ് എന്നെ കഴുകി ശുദ്ധിയാക്കുന്നത് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ പറയാട്, ഉസ്താദേ ആരോ പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ ഈ കണ്ണുനീരിന്റെ കഥ അറിയുകയാ. എന്റെ ഉമ്മ അവിടെ ആരും കാണാതെ കടന്നു വരികയാണ്. പാതിരാത്രി 2 മണി സമയം കഴിഞ്ഞു. എന്റെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്. ആരെന്നറിയില്ല ഉസ്താദ്. ആരാണ് മുട്ടുന്നതെന്നറിയില്ല, ആരാണ് മുട്ടുന്നതെന്നറിയില്ല. അവിടെ ചെന്നുകൊണ്ട് വാതിലൊന്ന് തുറക്കുന്ന എന്റെ കൂട്ടുകാരനാട്. അവൻ ചെന്നുകൊണ്ട് വാതിൽ തുറന്നപ്പോഴോ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലേക്ക് ആരോ ഓടി വരികയാണ്. അത് മറ്റൊരു പെണ്ണല്ല, അത് എന്റെ ഉമ്മയാ. ഓടി വന്നുകൊണ്ട് തുരുതുരാ മുത്തം തരികയാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോന് 2 കാല് പോയല്ല റബ്ബേ. എന്റെ പൊന്നുമോന്റെ കണ്ണുനീര് കാണാ, എന്റെ പൊന്നുമോന്റെ വിഷമം കാണാ, എന്റെ പൊന്നുമോന്റെ അവസ്ഥ കാണാ. എനിക്ക് കഴിയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എനിക്ക് മുത്തം തരികയാണ്. എന്റെ മലവും എന്റെ മൂത്രവും മടിയില്ലാതെ വെറുപ്പില്ലാതെ എന്റെ ഉമ്മ അവിടെ നിന്ന് വാരി വൃത്തിയാക്കുന്നുണ്ട്. എന്റെ വസ്ത്രങ്ങൾ അലക്കി തരുന്നുണ്ട്. എന്റേതായിട്ടുള്ള മലവും മൂത്രവും കഴുകി വൃത്തിയാക്കി എന്നെ ശുദ്ധനാക്കി കിടക്കാറുണ്ട്. എപ്പോഴും മണ്ണുകൊണ്ട് വെള്ളം തരാറുണ്ട്. അന്ന് മുതൽ എന്റെ ഉമ്മ നല്ലതുപോലെ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. എന്റെ ചാരത്ത് വന്നിരുന്നിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം വരെ എന്റെ ഉമ്മ എന്റെ തലയിൽ ഇങ്ങനെ തടകാറുണ്ട്. ഞാൻ ഉറങ്ങിയെന്നറിഞ്ഞ എന്റെ ഉമ്മ അവിടെ അടിയിലൊരു പായ വിരിച്ചിട്ട് അതിൽ കിടന്നുകൊണ്ട് ഉറങ്ങാറുണ്ട്. ഞാൻ സ്വപ്നത്തിൽ കിടന്ന് സംസാരിച്ചു പോയാ എന്റെ കാലം നനങ്ങിയ, എന്റെ കയ്യം നനങ്ങിയ, എന്റെ സൗണ്ട് കേട്ടാ എന്റെ ഉമ്മ ചാടി എഴുന്നേറ്റ് കൊണ്ട് എന്നെ തട്ടി നോക്കാറുണ്ട്. മോന് വെള്ളം വേണോ, മോൻ ആഹാരം വേണോ, മോൻ ആവശ്യമുള്ളത് പറഞ്ഞോ. ഉസ്താദേ, ആരെയാ ഞാൻ കൊണ്ട് കളഞ്ഞത്, ആരെയാ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയത്? എന്നെ പ്രസവിച്ച വേദന എന്ന ഉമ്മയാ. അതുകൊണ്ടെല്ലാ പ്രഭാഷണത്തിലും പറഞ്ഞു, ആരാണ് ഉമ്മയെ വെറുപ്പിക്കുന്നത്, ആരാ ബാപ്പയെ വെറുപ്പിക്കുന്നത്? ഇന്നല്ലാഹു അല്ലാഹു ശിക്ഷ മാറ്റി വെക്കൂല. ഉടൻ തന്നെ ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ പറ്റുക? എങ്ങനെയാണ് അവരെ ചീത്ത വിളിക്കാൻ പറ്റുക? ഇന്നിവിടെ ഷമീർ ദാരിമി ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ എന്റെ ഉമ്മാന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചിട്ടാ പറയുന്നതെങ്കിൽ അല്ലാഹുവേ,
ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇതുപോലെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ്. എന്റെ കിബർ പറഞ്ഞതല്ല, ഉമ്മാന്റെ പൊരുത്തമില്ലാതെയാ ഞാൻ ഈ വാദം പറയുന്നതെങ്കിൽ അല്ലാഹുവേ എന്റെ പ്രഭാഷണം അല്ലാഹു സ്വീകരിക്കൂല്ല. ഇവിടെ ഇരുന്ന് കൊണ്ട് പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെയാണ് പ്രഭാഷണം കേൾക്കുന്നെങ്കിൽ അല്ലാഹു സ്വീകരിക്കൂല്ല. അതുകൊണ്ട് ഏത് കാര്യം വേണോ അവരുടെ പൊരുത്തം വേണം. ചെറുപ്പക്കാരാ, ഇന്നേ ദിവസം വരെ എല്ലാ പ്രഭാഷണത്തിന് വേണ്ടി കയറുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടല്ലാതെ വല്ലാഹി ഒരു വേദിയിലും ഞാൻ കയറിയിട്ടില്ല. എന്റെ ആരോഗ്യം, എന്റെ ആഫിയത്തും എന്റെ പ്രഭാഷണങ്ങളല്ല, അതെന്റെ ഉമ്മാന്റെ ദുആയാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നവനാ ഞാൻ. ഇതുപോലെ നിങ്ങൾ ഉറപ്പിച്ചു പോയാ നിങ്ങൾക്ക് പരാജയമില്ല. ആ മകൻ പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞോളി എന്റെ പൊരുത്തുണ്ട്, എന്റെ പൊരുത്തുണ്ട്. ഉമ്മാന്റെ പൊരുത്തം ഇല്ലാണ്ട് ബാപ്പാന്റെ പൊരുത്തം ഇല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന മക്കളാരാണ് ഉസ്താദ്? അവർക്ക് വേണ്ടി അവർക്കൊരു പാഠമാകട്ടെ. എന്റെ പാഠം, രണ്ട് കാലും മുറിച്ചു മാറ്റി, ഇന്നും രണ്ട് കാലില്ല. യാ അല്ലാഹ്, നമുക്കെന്തേ നമ്മുടെ ഉമ്മാന്റെ സ്ഥാനം അറിയാത്തേ? ഇല്ലേ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാ പർവതത്തിന്റെ മുകളിലേക്കൊന്ന് കയറിയപ്പോ അല്ലാഹു പറഞ്ഞു, നബിയെ സൂക്ഷിക്കണം കേട്ടോന്നാ. ഇവിടെ നോക്കി, സൂക്ഷിക്കണം കേട്ടോന്നാണ്. ചോദിച്ചു, എന്തേ അല്ലാ ഇപ്പോഴങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ഇല്ലല്ലോ, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ദുആ ചെയ്യാൻ ഇനി ആളില്ല, അതുകൊണ്ട് സൂക്ഷിക്കണോന്നാ. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മൾ എവിടെ പോയാലും ഏത് വഴിയിൽ പോയാലും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ ബാപ്പയുണ്ട്. അതുകൊണ്ട് ആ ഉമ്മ മക്കൾ ഇനി എത്ര വെറുപ്പിച്ചാലും, എത്ര ചീത്ത വിളിച്ചാലും, എത്ര കുറ്റം പറഞ്ഞാലും നമുക്കെതിരെ ദുആ ചെയ്യൂല. ചെയ്തു പോയാൽ ചില ഉമ്മമാരുണ്ട്, നമ്മുടെ ഈ 5-6 വയസ്സുള്ള മക്കൾ അല്ലെങ്കിൽ ഈ 10-12 വയസ്സുള്ള മക്കളുള്ള ഉമ്മമാര് ചിലപ്പോ മക്കളെ പേടിയാക്കാൻ വേണ്ടി പറയും, നീ ഒന്ന് കളിക്കാൻ പോയാൽ നിന്റെ കാലൊടിയും കേട്ടോ. തമാശക്ക ഉമ്മ പറഞ്ഞത്, ഉമ്മ കാര്യത്തിലല്ല പറഞ്ഞത്. പക്ഷെ അത് ഉമ്മ തമാശക്കാണ് പറയുന്നതെങ്കിൽ അത് കാര്യമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ പറയാൻ നിന്റെ കാലൊടിയും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. അതിന് എന്റെ ഉമ്മമാരെ മക്കളെ പറ്റി വെറുതെ പോലും ഒന്നും പറയാൻ പാടില്ല. നോയ്ക്കൊപ്പന്റെ കൈമുറിയും, അത് മുറിഞ്ഞിരിക്കും. അത് അപ്പൊ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും അവന്റെ ഒരു സമയത്ത് അവന്റെ കൈ മുറിഞ്ഞിരിക്കും, ഉറപ്പാണ്. കാലുമുറിയും, അത് മുറിഞ്ഞിരിക്കും. കണ്ണ് പൊട്ടനാവും എന്ന് ഉമ്മ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ കണ്ണുടനായിരിക്കും. അതാണ് ഉമ്മാന്റെ വാക്കിന്റെ വില. വെറുതെ പറഞ്ഞാലും എന്റെ ഉമ്മമാരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പരാജയമാണ്. അതുകൊണ്ട് ഉറപ്പിക്കണം. ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ വസ്ത്രം അലക്കാനും, നമുക്ക് വെള്ളം തരാനും, നമുക്ക് ആഹാരം വെച്ച് തരാനും വേണ്ടിയുള്ള ഒരു യന്ത്രമല്ല നമ്മുടെ ഉമ്മ. നമുക്ക് സ്വർഗം തരാനുള്ളവരാണ്, സ്വർഗം തരാനുള്ളവരാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. എന്തേ നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും, പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ടോ? മക്കള് പറയണ്ടില്ല, കാരണം അവർക്ക് ഇതൊരു ഹാപ്പി ആണല്ലോ. ബാക്കി ഉറക്കം വരുന്ന ഇല്ലല്ലോ. എന്റെ ഉമ്മമാരൊന്നും എഴുന്നേക്കണ്ട, എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക് ഒന്ന് ഉറക്കെ ചൊല്ലിക്കേ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ നിൽക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയത് മദീനത്തേക്കാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സ് പിരിയുമ്പോ സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയോടെ സദസ്സ് പിരിയാനുള്ള അവസരം തരണേ അല്ലാഹ്. ബിഹഖി റസൂലില്ലാഹ്. നമ്മൾ ചെറിയതൊക്കെ ഒന്ന് പോയിരുന്നു. വേണമെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കാലൊക്കെ ഒന്ന് ഉടഞ്ഞോളി, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ഇപ്പൊ ഒന്ന് ഉഷാറാക്കാണ്. ചെറുതായിട്ട് ഇങ്ങനെ കണ്ണടഞ്ഞ വാപ്പാർക്ക് ബട്ടൺസ് കടിച്ചു പറിക്കാൻ വേണ്ടി ഒന്നര പെരുന്നിട്ടുണ്ട്. ചില ആളുകൾ വാളിന്റെ മേഖല എങ്ങനെ പോയാൽ വാളിങ്ങനെ കേൾക്കും, പിന്നെ ചില സമയത്ത് ബട്ടൺസ് ഇങ്ങനെ കടിച്ചു പറിക്കണം. അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇല്ല, ഇവിടെ ഒറ്റ അവസ്ഥയിലെ ആരും ഉറങ്ങൂല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അരമണിക്കൂർ ഇത്രേ ഉള്ളൂ. സമയം പെട്ടെന്ന് പോയില്ലേ. ആരാ ഉമ്മ? ഉമ്മ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞ കഴിയില്ല സഹോദരങ്ങളെ. എത്ര പറഞ്ഞാലും തീരില്ല, എത്ര പറഞ്ഞാലും കഴിയില്ല. ഇപ്പൊ അടുത്തിപ്പോ ലക്ഷദ്വീപിൽ പോയപ്പോ 4 ദിവസം അവിടെ 10 ദിവസം ഒരുപോലെ ഒറ്റ സ്റ്റേജിലെ 4 ദിവസം ഉമ്മാനെ കുറിച്ച് മാത്രം പറഞ്ഞു. ആരാണ് ഉമ്മ എന്നുള്ള ഒരു കുട്ടി ഉമ്മാന്റെ മുഖത്തേക്ക്, കുട്ടീന്ന് മാത്രമല്ല എല്ലാരും വയസ്സായവരുണ്ടെങ്കിൽ അവർക്ക് ഉമ്മ ഉണ്ടെങ്കിൽ അവർ ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ, റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ 100 ഹജ്ജിന്റെ കൂലിനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തിന്റെ നോട്ടം 100 ഹജ്ജിന്റെ കൂലി. വെറുപ്പിന്റെ നോട്ടം നോക്കിയാൽ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന 100 മലക്കുകളുടെ അടി കിട്ടുമെന്നാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ രാത്രി ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നമുക്കൊന്ന് നോയിക്കൂടെ? ആരാ ഉമ്മ? മാനസപ്പൂവാടി ഉള്ളിൽ നിറയുന്ന മാണിക്കച്ചപ്പല്ലോ സ്നേഹത്തിൻ പൊന്നുമ്മ, സൗഭാഗ്യപൂമുഖം കണ്ടാലെന്നുള്ളത്തിൽ സന്തോഷപൂമാല എന്നെ മൂടുന്നല്ലോ. അമ്മിഞ്ഞ പാൽ തന്ന് അക്ഷരമതു തന്ന് ഉറുമ്പരിക്കാതെ പോറ്റിയ പൊന്നുമ്മ, ഉമ്മാന്റെ ചോട്ടില സ്വർഗമെന്നുള്ളതാ മുസ്തഫ തങ്ങളുടെ വാക്കും മൊഴിഞ്ഞതാ. ഉമ്മാന്റെ കാലിന്റെ ചോട്ടില്ല സ്വർഗം. മൊയിലാരെ നമ്മൾ കുറെ കണ്ടിട്ടില്ല. ഉമ്മാന്റെ കാലിക്കലാണ് സ്വർഗം. എല്ലാ മൊയിലാക്കന്മാരും അള്ളാഹു പറയുന്നുണ്ട്. ഇന്നേ വരെ നമ്മൾ ഉമ്മാന്റെ കാലിന് കാണിച്ച് നമ്മള് കാലൊക്കെ കുറച്ച് ചെളി അടുക്കല നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല. സ്വർഗണ്ട്. ആര് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പൊന്നുമകനെ വിളിക്കുന്നു, മോനെ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ സ്വർഗമൊന്ന് കൊണ്ടുവരാ എന്റെ പൊന്നു മോനെ, നിനക്കൊന്ന് കഴിയുമോ എന്ന് ചോദിച്ചപ്പോ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോ അവിടന്ന് പറയുന്ന, പാപ്പാ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ എന്റെ സ്വർഗം കൊണ്ടുവരാം പാപ്പാ. ഇവിടെ വെച്ച സ്വർഗം ഞാൻ കൊണ്ടുവരാൻ ഞാൻ റെഡിയാണ്. ഇപ്പൊ നിങ്ങളാണ് എന്താ പറയാ? ഇരിക്കുന്ന നിങ്ങളാണ് ഇപ്പൊ എന്താ പറയാ? ഞാൻ കൊണ്ടുവരൂല, ഞാൻ കൊണ്ടുവരൂല എന്നല്ല. എന്താ ഉസ്താദ് എന്താ വട്ടായോ പ്രാന്തായാന്ന് ചോദിക്കാം. ലുക്മാൻ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞപ്പോ അവിടെ മകൻ പറഞ്ഞു, ഉപ്പ ഞാൻ ഉടൻ തന്നെ കൊണ്ടുവരാം പാപ്പാ. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകൻ ഓടുകയാണ്. എവിടെയാ? വീട്ടിന്റെ ഉള്ളില് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഉമ്മാന്റെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ ഉമ്മ, നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ ഉമ്മ? അല്ലാഹുവേ, ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാ ഞാൻ നിനക്ക് കാല് പൊക്കി തരുന്നത്? മകൻ പറഞ്ഞു, ഉമ്മ ആവശ്യമുണ്ട്. അവിടെ ഉമ്മയോട് പൊന്നുമകൻ പറഞ്ഞപ്പോൾ ഉമ്മ കാലൊന്ന് പൊക്കി കൊടുത്തപ്പോ അല്ലാഹുവേ, ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയില് ചെറിയ ഒരു തുണിയൊന്ന് കൊണ്ടിട്ടിട്ട് ആ തുണിയുടേതായിട്ടുള്ള പുറത്തേക്ക് ഉമ്മാന്റെ കാൽപാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടിമണ്ണ് കൈ കൊണ്ട് തട്ടിയിട്ടിട്ട് ആ പൊടിമണ്ണ് പൊതിഞ്ഞെടുത്തുകൊണ്ട് പോവുകയാണ്. എവിടെയെന്നറിയോ? പ്രിയപ്പെട്ട ഉപ്പയാകുന്ന ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്ന, പാപ്പാ ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന. ഉപ്പാ
ഈ കാണുന്ന പൊതിയാണ് എന്റെ സ്വർഗം. അപ്പോഴാണ് ആ സമയത്ത് ബാപ്പ ചോദിച്ചു, മോനെ ഈ കാണുന്ന പൊതിയിലെന്താണ്? അവിടന്ന് പൊന്നുമോന് പറഞ്ഞു, ബാപ്പ അത് പൊടിമണ്ണാണ് ബാപ്പ. അപ്പോഴാണ് പൊന്നുമകനോട് ലുഖ്മാനുൽ ഹകീം തങ്ങൾ ചോദിച്ചത്, മോനെ ഈ പൊടിമണ്ണ് എങ്ങനെയാണ് എന്റെ സ്വർഗമാകുന്നത്? അപ്പോഴാണ് അവിടന്ന് പറഞ്ഞത്, ബാപ്പ ഇത് എന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയില് പറ്റിയിരുന്ന പൊടിമണ്ണാണപ്പാ, ഇതെന്റെ സ്വർഗത്തിന്റെ മണ്ണാ. പൊന്നുമകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയാ, മോനെ നിന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന ചെളിയുണ്ടല്ലോ, അഴുക്കുണ്ടല്ലോ, അത് നിന്റെ കൈകൊണ്ട് തുടച്ചു കളഞ്ഞ പോട്ടെ, നിന്റെ നാവ് കൊണ്ട് നക്കി തുടച്ചാൽ ഇത്രയും നാള് ചെയ്തു പോയ പാപമുണ്ടല്ലോ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, ശരീരം കൊണ്ട് ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, അതെല്ലാം മാച്ച് കളയാൻ കാരണമാ. ഉമ്മാന്റെ ചാരത്ത് പോയിട്ട് പറഞ്ഞു, ഉമ്മ ഇതാണ് എന്റെ സ്വർഗം. ഉപ്പ ഇതാണ് എന്റെ സ്വർഗം. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം. ഉറക്കൊന്ന് പറയ്, റളിയല്ലാഹു പറയ്. ഒരു മടി നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ. ഇതിനു വേണ്ടി ഒരുപാട് സ്വതക്ക ചെയ്തവർ, ഉമ്മാന്റെ ആഫിയത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരൊക്കെ അങ്ങനെ ഉമ്മാന്റെ ആഫിയത്തിനും ഉമ്മാന്റെ ദീർഘായുസിനും വേണ്ടി നല്ലൊരു സംഖ്യ ബക്കറ്റിൽ, ഉള്ളതിൽ നല്ലൊരു സംഖ്യ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്താ മുയിലാരിടുന്നില്ല എന്ന ചോദ്യം, ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഏതായാലും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സുഖം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി. സമയം എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയത്, ഇനി അധികം സമയമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നിങ്ങൾ ഇവിടെ വന്നു ചേർന്ന ഒരുപാട് സമയങ്ങൾ അല്ലാഹുവിന് അറിയാം, എനിക്കും അറിയാം. ഇവിടെ നിന്ന് ഇവര് വിളിയോട് വിളി, ഉസ്താദെ ആൾക്കാരൊക്കെ പോണ്ട്, ആനയാണ് ചേനയാണ് പടച്ചോനെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, നേരെ വിട്ടു വന്നാൽ പടച്ച റബ്ബെ ഒരു വീടും കാണില്ല, വന്നിട്ട് എവിടെ റബ്ബെ പരിപാടി, നമ്മൾ ഇനി ആർക്കും വല്ല കുറ്റം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ച് ഞാൻ നമ്മുടെ തങ്ങളോട് പറഞ്ഞു. എന്റെ കൂടെ വന്ന സുബേറുണ്ട്, നമ്മുടെ തളിപ്പറമ്പിലുള്ള, ഞാൻ അവനോട് പറഞ്ഞു, പടച്ച റബ്ബേ ഇത് എവിടത്തേക്കാ നമ്മളിപ്പോ ഉസ്താദ് അവര് പറഞ്ഞു നേരെ വിട്ടു വരാൻ പറഞ്ഞിട്ടുണ്ട്. യാ അല്ലാഹ് ഓടിയിട്ട് എത്തണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ. അവസാനം വിചാരിച്ചു അടി ഉറപ്പായിക്കണം, കാരണം എത്തണില്ല. ഏതായാലും അല്ലാഹു നമ്മുടെ കൂടിക്കാഴ്ച അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തം പേടിക്കണം. ഇന്ന് വീട്ടിൽ പോയി ഉമ്മാന്റെ പൊരുത്തം പേടിക്കൂ എന്നുള്ള എന്റെ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ ഭാഗത്തുള്ളവർക്കൊന്ന് കൈവന്നി ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഇന്ന് രാത്രി തന്നെ ഉമ്മാന്റെ പൊരുത്തം പേടിക്കുന്നുള്ളവര് എത്ര ആൾക്കാരുണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്താ ആ ബാക്കിലൊന്നും കാണില്ല, നമ്മൾ ഉപ്പമാരെന്ന് പറഞ്ഞിട്ടല്ല, എല്ലാരും ചോദിച്ചേ പറ്റൂ. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പൊന്തിക്കായിരിക്കും. എന്താ കാരണം? കൈപൊക്കില്ല. എന്താ കാരണം? എന്റെ ഉമ്മ മരിച്ചേക്കണം, ബാപ്പയും മരിച്ചേക്കണം, ഞാനിപ്പോ എന്തായി വയസ്സായി, ഉമ്മാന്റെ പൊരുത്തം മേടിച്ചേ പറ്റുള്ളൂ. മരിച്ചാലും പേടിക്കണം, മരിച്ചാലും നിങ്ങൾ വിടൂല. അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അവിടെ പറഞ്ഞത്? ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഫതബസ്സമ ഫആനക, പൊന്നുമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, നീ നല്ലവനാ. അല്ല എന്താ പിന്നെ ബക്കറ്റ് അവിടെ കൊണ്ടു. ചിലപ്പോ ഉമ്മമാരെല്ലാം കമ്മലമാല കൂരിട്ട എന്തിനാ കളയണ വെറുതെ ഉമ്മ കൊണ്ട് കൊടുക്കാൻ. ഇന്നലെ ഇതുപോലെ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ നമ്മുടെ SKSF-ന്റെ പരിപാടിയിൽ പോയിട്ട് അൽഹംദുലില്ലാ ആൾക്ക് ഇങ്ങനെ കൊടുക്കണ്ട ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു സന്തോഷമാക്കുമാറാകട്ടെ. അതുകൊണ്ട് പഠിച്ചോളൂ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് നിർത്താം. ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കൊന്ന് ചൊല്ലിക്ക് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് മടി വരാൻ പാടില്ല. ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, പാഴാവാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, ഓ മോനെ, മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നീ നിന്റെ ബാപ്പാന്റെ പൊരുത്തം പേടിക്കും. മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നീ നിന്റെ ഉമ്മാന്റെ പൊരുത്തം പേടിക്കും. അല്ലേ? ഉമ്മയോ ബാപ്പയോ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു പോയാൽ ഇന്നത്തെ മക്കൾ എന്താ പറയാ? ഉമ്മ വിളിക്കാം, മോനെ ആരാണ് നിന്റെ വീട്ടിൽ വന്നേ? അപ്പൊ മകൻ പറയും, ഉമ്മ അതെന്റെ കൂട്ടുകാരൻ സക്കരിയ ദാരിമിയാണ്. വീണ്ടും ചോദിക്കും, ഉമ്മ വയസ്സായില്ലേ, ആരാ മോനെ വന്നേ? അപ്പൊ എന്റെ സൗണ്ട് മാറും, ഉമ്മ അത് എന്റെ കൂട്ടുകാരൻ സക്കരിയ ദാരിമി അവിടെ നിന്നതാണ്. വീണ്ടും ചോദിക്കും, ഉമ്മ ആരാ മോനെ വന്നത്? ഈ കിളവെ കൊണ്ട് ആകപ്പാട് ഇടങ്ങേറായല്ലോ. അല്ലേ? സ്വാഭാവികം നമ്മൾ അങ്ങനെ പറയാം. ഈ കിളവനെ കൊണ്ട് ആകപ്പാട് ഇടങ്ങേറായിക്കാണ്. ഇതാ നമ്മുടെ മക്കളുടെ പറച്ച്. ഭാര്യ വിളിച്ചിട്ട് ചോദിക്കും, ആ തള്ള ഉറങ്ങിയടി?
ഇല്ലെങ്കിൽ വല്ല വിഷമല്ല അങ്ങനല്ലേ പറയാം. അല്ലാഹു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു നല്ല. പക്ഷേ ചില വീട്ടിന്റെ കാര്യം എടുത്ത് പരിശോധിച്ച് ചില ഈ അമ്മായിമാരുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിന്റെ കഥ പറയാ. ഈ പാവപ്പെട്ട മക്കൾ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ട് ആകപ്പാട് ഇടങ്ങേറാക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ആ മക്കളുടെ ഭാര്യമാർ ആരെങ്കിലും ഉപദ്രവിച്ചാല് അവർക്ക് 18 ശിക്ഷ അല്ലാഹു കൊടുക്കും. ഞാൻ ഇവിടെ പറയണില്ല, പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. ചിലപ്പോ എന്നെ ഇവിടെ വിടത്തില്ല ഉമ്മമാര്. ചിലപ്പോ ഇന്നിപ്പോ വല്ല ഉണ്ടാക്കി വെച്ചിട്ട് അതും തരില്ല. ഏതായാലും അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ച ആ മക്കൾ കൊണ്ടുവരുന്ന മക്കൾ അത് നിങ്ങളുടെ മക്കളാണ്. പെൺമക്കളാകട്ടെ ആമക്കളാകട്ടെ അവർ നിങ്ങളുടെ മക്കളാണ്. അവരെ നിങ്ങൾ ചീത്ത വിളിച്ചാൽ നിങ്ങളുടെ മകനെ ചീത്ത വിളിക്കും പോലെ തന്നെയാണ്. നിങ്ങൾ ഓളെ വാപ്പാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഭർത്താവിനെ ചീത്ത വിളിക്കും പോലെ തന്നെയാണ് അല്ലേ? ഞാനിവിടെ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം ഇവിടെ എവിടെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. അമ്മായി മരുമക്കൾ എന്നുള്ള വിഷയം അന്ന് ഉമ്മമാരൊക്കെ എല്ലാവരും വരും. പക്ഷെ ഉമ്മമാര് വരും, അമ്മായിമാരും വരില്ല, മക്കൾ വരും. അല്ലാഹു സന്തോഷം നൽകുമാർ. അവർക്കൊന്ന് പറയും അല്ലാഹു സന്തോഷം തരട്ടെ. അതുകൊണ്ട് മരിക്കുന്നുള്ള ബോധം നമുക്ക് വേണം. അല്ല എന്നാ നമുക്ക് ഉമ്മാന്റെ പൊരുത്തം കിട്ടും. ഉമ്മ വിളിക്കും, പക്ഷെ നമ്മളോട് മക്കളാകുന്ന നമ്മളോട് ഉമ്മ ചോദിക്കും ഉമ്മാന്റെ കുട്ടിക്ക് വല്ലതും മനസ്സിലാകാത്തതുണ്ടോ? ഉമ്മ ചോദിക്കും ഉമ്മയോട് നമ്മൾ ഉമ്മ ആക്കാൻ എന്താണ്? അപ്പൊ ഞാൻ പറയും മോനെ മൈക്കാൻ. രണ്ടാമതും ചോദിക്കും എന്താണ്? അത് മൈക്കാണ്. മൂന്നാമതും ചോദിക്കും മോനെ ഉമ്മ അതെന്താണ്? ഉമ്മാന്റെ കുട്ടിക്ക് മനസ്സിലായില്ല, അത് മൈക്കാ മോനെ. എന്നിട്ട് ഉമ്മ ചോദിച്ചു ഉമ്മാന്റെ കുട്ടിക്ക് അത് മനസ്സിലായോ? അപ്പം മനസ്സിലായിട്ടില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഉമ്മ, ഇതാണ് ബാപ്പ. നമ്മളാണെങ്കിലോ ഈ കള്ളക്കളവനെ കൊണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. നമുക്ക് എത്ര അവർ മനസ്സിലാക്കി തന്നു. അവരുടെ കൈ പിടിച്ചു കൊണ്ട് പോകുമ്പോ എത്രയാ നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് സഹോദര, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാ, ഈ ലോകത്തൊന്ന് വിട പറയുമെന്നുള്ള ചിന്ത ഉണ്ടായാൽ, നാളെ ഇവിടെ നിന്ന് പിരിയുമെന്നുള്ള ബോധമുണ്ടായ, ഇന്നത്തെ രാത്രി ഉമ്മാന്റെ പൊരുത്തം പേടിക്കാതെ കിടക്കൂല. തുഅമ്മീലു ഫിദ്ദുനിയാ തുബീലും വലാ തദ്രീ ഇദാ ജന്ന ലൈലു ഹൽ തഈശു ഇലാ ഫജ്രി വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി وكم من مريض عاش دهرا إلى دهري. يا الله ഈ ചിന്ത നമുക്ക് വേണം. തുഅമ്മീലു ഫിദ്ദുനിയാ. എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, പടച്ചോനെ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ നമുക്ക് നൽകണം. അങ്ങനെ തന്നെ ചോദിക്കണം. അല്ലാഹു നമുക്ക് നല്ല മക്കളെ തരുന്നത്. അല്ലാഹു നമ്മളെ നോക്കുന്ന അംഗവൈകല്യങ്ങളില്ലാത്ത നല്ല മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ പറഞ്ഞ് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് നല്ല മക്കളെ തരട്ടെ. വമാ തദ്രി മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ പറ്റൂല. എന്റെ ചെറുപ്പക്കാരാ, 20 വയസ്സേ പ്രായമുള്ള ഉസ്താദേ, 26 വയസ്സേ പ്രായമുള്ള ഉസ്താദേ, 40 കൊല്ലം പിന്നെ കിടപ്പുണ്ട് ഉസ്താദേ, 50 കൊല്ലം പിന്നെയും ബാക്കിയുണ്ട് ഉസ്താദേ എന്ന് പറയുന്ന പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനുണ്ട്, എന്റെ ഒരു സ്നേഹിതനുണ്ട്. വല്ലാത്ത ഇഷ്ടം തന്നവനാരല്ലാത്ത സ്നേഹം തന്നവനാട്. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ 2 മാസം കഴിഞ്ഞ് നേരെ വിദേശത്തേക്ക് പോവുകയാ. നല്ലപോലെ ജോലി ചെയ്യുകയാണ്. അങ്ങനെ 2.5 മാസം കഴിഞ്ഞു, 2.5 വർഷം കഴിഞ്ഞു, 3 വർഷമാവുകയാ. അപ്പോഴാണ് എന്റെ നാട്ടില് ഇതുപോലെ ഞാൻ ഓതി പഠിച്ച് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന മദ്രസയുടെ ഉദ്ഘാടനം. അപ്പോൾ ആദ്യമായിട്ട് എന്റെ പ്രഭാഷണം വെക്കുകയാ. പൂർവിക വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഏറ്റവും ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം ഞാനാ. എനിക്കുമുണ്ട് വല്ലാത്ത സന്തോഷം. അല്ലാഹുവേ, എനിക്ക് അരിഫ് പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട്, എന്നെ ഖുർആൻ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട്, എനിക്ക് വേണ്ടി സഹായം ചെയ്ത, എന്നെ പാട്ട് പഠിപ്പിച്ച, ദഫ് പഠിപ്പിച്ച ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു ദിവസമെങ്കിലും പ്രഭാഷണം പറയാ അവസരം കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പേരും കൊടുത്ത് നോട്ടീസ് അടിച്ചിറക്കി. യാ അല്ലാഹ്,
അപ്പോഴാണ് എന്റെ കൂടെ ഓടി പടച്ചെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിദേശത്തുനിന്ന് വിളിക്കുന്നു, ദാരിമി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ ഞാനും കടന്നു വരികയാണ്. എന്തേ, നമ്മൾ പഠിച്ച മദ്രസയല്ലേ, നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയാ, നാളെ നേരം വെളുക്കുമ്പോ 7:30 മണിയാകുമ്പോ എയർപോർട്ടിലേക്ക് ഞാനൊന്ന് കടന്നു വരികയാണ്. കാത് തുറന്നൊന്ന് കേൾക്കണം ചെറുപ്പക്കാരാ, എയർപോർട്ടിലേക്കൊന്ന് കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഉപ്പ 3:30 മണിയായി പള്ളി പ്രഭാഷണം കഴിഞ്ഞ് ചെന്ന് കിടക്കുകയാണ്. വന്നുകൊണ്ട് വിളിക്കുന്നു, മോനെ വാഹനം വന്നിട്ടില്ല, അതുകൊണ്ട് നീ ഒന്ന് കടന്നു വരുവോ? പ്രിയപ്പെട്ട ഈ ഉപ്പയോടൊപ്പം വാഹനം എടുത്തുകൊണ്ട് കടന്നുപോയി. 7:30 മണിയായപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാർ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കുകയാണ്. എന്നിട്ടതാ വീട്ടിലേക്ക് വിളിക്കുകയാ. ആർക്കാ വിളിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വൈഫിനാണ്. വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ ഞാനിവിടെ എത്തിയിട്ടുണ്ട് മോളെ. കല്യാണം കഴിഞ്ഞിട്ട് പോയതല്ലേ, 2-3 കൊല്ലമായില്ലേ പെണ്ണെ നമ്മൾ കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ദാരിമിയോടൊപ്പം ഉണ്ട്. നമുക്ക് 2 വയസ്സുള്ളൊരു കുട്ടിയില്ലേ മോളെ, ആ പൊന്നുമോനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവനെ ഒന്ന് കുളിപ്പിക്കുവോ, അവനിക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കുവോ, അവനെ ഒന്ന് ഉണർത്തുവോ, അവന്റെ കണ്ണെഴുതി കൊടുക്കുവോ, അവനെ കാണുമ്പോ നല്ല കോലത്തിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. വീടിന്റെ ചാരത്തെത്താൻ 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ, 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. ആ സമയത്ത് മൊബൈൽ മേടിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കൊന്ന് വിളിക്കുകയാ, മോളെ വീടിന്റെ ചാരത്ത് ഞാൻ എത്താറായി. നമ്മുടെ പൊന്നുമോനെ ഉണർത്തിയിട്ടുണ്ടോ, അവനെ കുളിപ്പിച്ചിട്ടുണ്ടോ, അവനിക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, ഇക്കാ പൊന്നുമോനെ ഉണർത്തിയിട്ടുണ്ട്, അവനെ കുളിപ്പിച്ചിട്ടുണ്ട്, അവന്റെ കണ്ണെഴുതിയിട്ടുണ്ട്, അവൻ നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. ബാപ്പ വരുമെന്ന് അവനോട് പറഞ്ഞ് അവന്റെ മനസ്സ് മുഴുവനും സന്തോഷത്തിലാണ്. അല്ലാഹുവേ, അവിടുന്ന് ഫോൺ വെച്ചപാടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ എന്താന്നറിയില്ല, നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ്. നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് കടന്നു പോകാം, വന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞു പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്റെ വാഹനത്തിലുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. പ്രിയപ്പെട്ട ബാപ്പാന്റെ മടിയില് ഈ പൊന്നുമോന് തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ തലവെച്ചുകൊണ്ട് കിടക്കുന്ന പൊന്നുമോനെ ഹോസ്പിറ്റലിന്റെ ചാരത്തേക്ക് എത്തിയപ്പോ ഈ പ്രിയപ്പെട്ട ബാപ്പ പൊന്നുമോനെ വിളിക്കുകയാണ്, മോനെ സുബൈറേ. അവിടെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലില്, നമുക്ക് പെട്ടെന്ന് കാണിച്ചിട്ട് പോകാം. അല്ലാഹ്, ആ സമയത്താണ് പൊന്നുമകനെ പാപ്പ കുലിക്ക് വിളിച്ചിട്ട് പൊന്നുമോ അനങ്ങുന്നില്ല. എന്നോടാ പ്രിയപ്പെട്ട ബാപ്പ പറയുന്നു, മോനെ എന്റെ കുഞ്ഞിനെന്താ സംഭവിച്ചെന്നറിയില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, നീയൊന്ന് വിളിക്കുവോ എന്റെ പൊന്നു പെങ്ങളെ. ഞാനും വിളിച്ചു നോക്കി, അല്ലാഹുവേ അനങ്ങുന്നില്ല, മിണ്ടാതെ ചലനമറ്റുകൊണ്ട് കിടക്കുകയാ, വിഷമപ്പെട്ടുകൊണ്ട് കിടക്കുകയാ.